ആദ്യമായിട്ട് ജ്വാല ഗ്രൂപ്പിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഇവിടെ സംസാരിക്കാൻ അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടതിന് നന്ദി. എനിക്ക് ഷെയറിങ് എന്നുള്ള ഒരു വിഷയമാണ്. അതെവിടെയാണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് എന്നിങ്ങനെ 3 തരത്തിൽ ഇതൊന്ന് വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എൻ്റെ അനുഭവങ്ങളിലൂടെ പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു സബ്ജക്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ ഷെയറിങ് അല്ലെങ്കിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്ന കാര്യം കടന്നു വന്നത്, അതിൻ്റെ ഒരു ചെറിയ ചരിത്രം, അതോടൊപ്പം തന്നെ ഷെയറിങ് 1 to 1, അതായത് ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനെ കാണുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും, മൂന്നാമത് ഒരു ഗ്രൂപ്പ് തെറാപ്പി അല്ലെങ്കിൽ നമ്മുടെ റിക്കവറി മീറ്റിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ കൂട്ടിയോജിപ്പിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുക. ബില്ലിന്റെ കഥയിൽ ബില്ല് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു നവംബർ 1934 എൻ്റെ സ്വപ്നം കാണലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ടെലിഫോൺ ശബ്ദിച്ചു. ഒരു പഴയ സഹപാഠി, അത് എബി താച്ചറാണ്. ആ എബി താച്ചർ ഇങ്ങോട്ട് ബില്ലിനോട് ചോദിക്കുകയാണ്, ഞാൻ വീട്ടിലോട്ട് വരട്ടെ. അപ്പോ ബില്ലിന്റെ വിചാരം വിദ്യാലയ സുഹൃത്താണ്, അപ്പോൾ ഒന്നിച്ചിരുന്ന് മദ്യം കഴിക്കാം. വർഷങ്ങളായി അയാൾ മദ്യം കഴിക്കാതെ തന്നെ ന്യൂയോർക്കിൽ ഇപ്പോൾ എത്തുന്നുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞൊക്കെ അറിയുകയാണ്. അതുമാത്രമല്ല, ഇയാള് എബി താച്ചർ ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് എങ്ങനെയാണ് അതൊക്കെ മോചിതനായതെന്നൊക്കെ കുറിച്ചൊക്കെ വളരെയധികം അത്ഭുതപ്പെടുന്നുണ്ട്. വാതിൽ തുറന്ന് എബി ബില്ലിന്റെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ അയാളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ട്. അയാൾ അവാച്യമായ തോതിൽ വ്യത്യസ്തനായിരുന്നു. എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നൊക്കെ ബില്ല് അത്ഭുതപ്പെടുന്നുണ്ട്. ഒരു പെഗ് എബി താച്ചർ നേരെ നീട്ടുമ്പോൾ അയാളത് നിരസിക്കുകയും ബില്ലിനത് നിരാശപ്പെടുത്തിയെങ്കിലും ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ഒരു അത്ഭുതമൊക്കെ വരുന്നുണ്ട്. അയാൾ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല എന്നൊക്കെ ബില്ല് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ ആദ്യം ഒരു കുടിഭ്രാന്തനായിരുന്നു, പിന്നീട് ഇപ്പോൾ ഒരു മതഭ്രാന്തനായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബില്ലിന്റെ മദ്യപാനം തുടരുകയാണ്. എന്നാൽ ഏകദേശം ഡിസംബറായി 1934 ആശുപത്രിയിൽ അവസാനമായി ഞാൻ മദ്യത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവനാക്കപ്പെട്ടു എന്ന് ബില്ല് എഴുതി. ചികിത്സിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി, കാരണം ഞാൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന മതിവിഭ്രമങ്ങൾ കാണിച്ചു തുടങ്ങി. അവിടെ വിനീതനായി എന്നെ തന്നെ ഞാനെന്ന് മനസ്സിലാക്കിയ വിധത്തിലുള്ള ദൈവത്തിന് സമർപ്പിച്ചു. എന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് മാർഗനിർദ്ദേശത്തിനുമായി ഞാൻ എന്നെ സ്വയം യാതൊരുവിധ ഉപാധികളും കൂടാതെ സമർപ്പിച്ചു. അദ്ദേഹമില്ലെങ്കിൽ എനിക്കെല്ലാം തുലയുമെന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമല്ലെന്നും ആദ്യമായി സ്വയം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൊമ്പും ചില്ലയും വേരുമടക്കം മദ്യാസക്തി എടുത്തു മാറ്റപ്പെട്ടു എന്നും അതിനുശേഷം കുടിച്ചിട്ടില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വിദ്യാലയ സുഹൃത്ത് എന്നെ സന്ദർശിച്ചു. എൻ്റെ പ്രശ്നങ്ങളെയും കുറവുകളെയും ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നവരുടെയും എനിക്ക് അമർഷമുണ്ടായിരുന്നവരുടെയും ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി. എൻ്റെ കുറ്റം സംബന്ധിച്ചുകൊണ്ട് ഈ വ്യക്തികളെ സമീപിക്കുവാനുള്ള എൻ്റെ പൂർണ്ണമായ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അവരെപ്പറ്റി പിന്നെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിരുന്നില്ല. അത്തരം കാര്യങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശരിപ്പെടുത്തുവാൻ ഞാൻ സന്നദ്ധതയുള്ളവനായി. നമ്മൾക്കിവിടെ കാണാം, എവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിത്ത് ആദ്യമായിട്ട് പാകപ്പെട്ടത്. എബി താച്ചർ ന്യൂയോർക്കിലേക്ക് വരുന്ന അല്ലെങ്കിൽ എബി താച്ചർ ബില്ലിനെ കാണാൻ വരുന്ന ആ നിമിഷമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിത്ത് പാകപ്പെട്ടത്. അതിനു മുമ്പും ഈ എബി താച്ചറെ എങ്ങനെയാണ് മദ്യാസക്തിയിൽ നിന്ന് മോചിതനായത് എന്നതിനെപ്പറ്റി ചെറിയ ഒരു ചരിത്രത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ചരിത്രം ആരംഭിക്കുന്നത് 1908 യഥാർത്ഥത്തിൽ ബിൽ ഡബ്ല്യു പാസിറ്റോൺ 1920 അത് രേഖപ്പെടുത്തിയിരുന്നാലും 1908 തന്നെ ഈ ഒരു ആത്മീയ പരിവർത്തനം അല്ലെങ്കിൽ ദി ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് പെൻസിൽവാനിയയിലെ അലൻ ടൗൺകാരനായ ഫ്രാങ്ക് ബുച്ച്മൻ ആണ് അതിന്റെ വിത്ത് യഥാർത്ഥത്തിൽ നട്ടത്.
ബുച്ച്മൻ അനാഥരായ ആൺകുട്ടികൾക്കായിട്ടൊരു അനാഥാലയം നടത്തിയിരുന്നു. അവരുടെ ആ ട്രസ്റ്റിമാരൊക്കെ ഉണ്ടായ പ്രശ്നത്തിൽ തുടർന്നുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയും പിന്നീട് മാനസാന്തരപ്പെട്ട് ഈ ദ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് രൂപീകരിക്കുകയും വിവിധ രാജ്യങ്ങളിൽ പോകാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു. അങ്ങനെ 1918 ഈ കാൽവരി ഡയറക്ടറായിരുന്ന സാം ഷുമാക്കറിനെ, അല്ലെങ്കിൽ ഡോക്ടർ സാം ഷുമാക്കറിനെ ബുച്ച്മൻ ചൈനയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അപ്പോ ഈ ഫസ്റ്റ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് പിന്നീട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുക, അല്ലെങ്കിൽ അതിന്റെ പേര് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. നമുക്ക് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യത്തെ വിത്ത് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഷെയറിങ് എവിടെ നിന്നാണ് തുടങ്ങി എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പറയണമെങ്കിൽ തീർച്ചയായും നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് കാൾ ജങ്ങും റോളണ്ട് ഹസാർഡും. യഥാർത്ഥ 1930 കാൾജങ്ങിന്റെ അടുത്ത് ചികിത്സ ആരംഭിച്ച റോളണ്ട് എച്ച് 1931 കാൾജങ്ങിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോയി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് 1931 ആയപ്പോഴത്തേക്ക് ലോകവ്യാപകമായിട്ടുള്ള ഒരു ശ്രദ്ധയൊക്കെ പിടിച്ചു വന്ന ഒരു ഫെലോഷിപ്പായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ ഒരു പ്രത്യേകത നമ്മളിപ്പോൾ എയിൽ കാണുന്നത് പോലെ തന്നെ അവർ ഏത് തരത്തിലോ ജാതിയിലോ സമൂഹത്തിലോ സാമ്പത്തിക നിലയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവരെ ഒന്നായി കാണാനായിട്ടുള്ള ഒരു ശക്തമായ ശക്തിയും അഭിനിവേശവും ആ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു. ഇതിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഈ മുന്നത്തെ വിളിച്ചിരുന്നത് ദി ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ 1930കളുടെ അവസാനത്തില് AS ആസ്ഥാപനായ ഡോക്ടർ ബോബും മറ്റ് അക്രോൺ ഒഹായോ അംഗങ്ങളും ഈ പറയുന്ന ദി ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പുകളിലെല്ലാം പോകുന്നതായിട്ട് പാസിറ്റോണിൽ പറയുന്നുണ്ട്. 1928 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മോറൽ റിയർമെന്റ് അല്ലെങ്കിൽ MRA എന്ന് പറയുന്ന പേരില് പുനർനാമീകരണം ചെയ്യപ്പെട്ടു. 1931 ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ചേർന്ന റോളണ്ട് എച്ച് തന്റെ സുഹൃത്തായിരുന്ന എബി താച്ചർ ആ സമയം ജയിലിലാണെന്നും എബി താച്ചറിനെ ജയിലിൽ മോചിതനാക്കുവാനായിട്ട് തന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹകരണത്തോടുകൂടി എബി താച്ചറിന് പുറത്തിറക്കുക. അങ്ങനെ പുറത്തിറങ്ങിയ എബി താച്ചർ ഇവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു അറിവിന്റെ ഫലമായിട്ട് മറ്റൊരാൾക്ക് ഈ സന്ദേശം കൊടുക്കണം എന്നുള്ള ഒരു ജ്ഞാനത്തില് ആണ് നമ്മുടെ ബിൽ ഡബ്ല്യുവിനെ കാണാൻ വരുന്നത്. അപ്പോൾ ബിൽ ഡബ്ല്യു ആ സമയം മദ്യവ്യക്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യം എബി വന്ന് കാണുമ്പോഴൊക്കെ മതഭ്രാന്തനായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നീടും കുടിച്ചുകൊണ്ടു പോകുന്നു. പക്ഷെ ഡിസംബർ 18, 1934 അദ്ദേഹം ടൗൺസ് ഹോസ്പിറ്റലിൽ തന്റെ അവസാന ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആവുകയാണ്. അപ്പോൾ 1935 ആദ്യ മാസങ്ങളിൽ ബിൽ വിൽസൺ എബി താച്ചറോടൊപ്പം ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകളിൽ സ്ഥിരമായി പോയിരുന്നു എന്ന് കാണാം. തന്റെ 1934 ആദ്യ എബി നവംബറിലാണ് ബില്ലിനെ കാണാൻ വരുന്നത്. നവംബറില് കാണാൻ വരുന്നു. ഡിസംബറിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു എബിയോടൊപ്പം. അപ്പൊ ധാരാളം മീറ്റിങ്ങുകളിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് ഇതിനോടകം തന്നെ ബില്ല് പോയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. അപ്പൊ ബില്ല് അവിടെ പോകുമ്പോ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട്, അതായത് ആദ്യ മാസങ്ങളിലൊക്കെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവന് ചാൾസ്ബി ടൗൺസ് ഹോസ്പിറ്റലിൽ നിന്ന് ആശുപത്രി ചികിത്സയ്ക്ക് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷവും അദ്ദേഹം ബിൽ വിൽസൺ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകളിൽ അവനെ കേൾക്കുന്ന ആരോടും പ്രഭാഷണം നടത്തിയിരുന്നു. അപ്പൊ കാൽവരി മിഷനില് ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലും ചാൾസ്ബി ടൗൺസ് ഹോസ്പിറ്റലുമായി അവന് ഒരുപാട് സമയം ചെലവഴിച്ചതായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ സിൽക്വർത്ത് തന്റെ ജോലിയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ തന്റെ തൊഴിൽപരമായിട്ടുള്ള
പല സകലമാന ബഹുമാനങ്ങളൊക്കെ അപകടത്തിലാക്കുന്ന ആക്കുമായിരുന്നിട്ടും ബില്ലിനെ തന്റെ രോഗികളെ സന്ദർശിച്ച് സംസാരിക്കാനായിട്ട് അനുവദിച്ചു. നമുക്കറിയാം, ഡോക്ടർ സിൽക്കോർത്തിന് മദ്യപാനികളുടെ അല്ലെങ്കിൽ മദ്യാസക്തരുടെ വിശുദ്ധനൊന്നും കുള്ളൻ ഡോക്ടർ അല്ലെങ്കിൽ കുറിയ ഡോക്ടർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ബില്ലിനെ തന്റെ തൊഴിലിനെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കും എന്ന് അറിയാമായിരുന്നിട്ട് കൂടി അനുവദിച്ചു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും എല്ലാം ഈ ബില്ല് അവരെ പോയി കണ്ട് സമാശ്വസിപ്പിച്ചുകൊണ്ട് വരുന്നു. അവനതിനെ കുരിശു യുദ്ധം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ വാൾ സ്ട്രീറ്റിലെ ജോലിയൊക്കെ പോയിരുന്നു. പക്ഷെ അവിടുത്തെ ധനപരമായിട്ടുള്ള ഒരു വശീകരണത്തിനും അദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ചില്ല. അതായത് സാമ്പത്തികമായിട്ടുള്ള യാതൊരുവിധ ആകർഷണീയതയും ആ സമയത്ത് ബില്ലിനുണ്ടായില്ല. ജോലി കണ്ടെത്താനൊക്കെ ആയിട്ട് ചെറിയ ശക്തി കുറഞ്ഞ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ മദ്യാസക്തരെ പിന്തുടർന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾക്കിടയിൽ അവയെല്ലാം മറക്കപ്പെടുകയാണ്. ലൂയിസ് ആകട്ടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പോകുന്നുണ്ട്. തന്റെ ആ വരുമാനം കൊണ്ട് 3 പേര്, അതായത് ബിൽ ഡബ്ല്യു, ലൂയിസ്, എബി താച്ചർ അതിനോടകം അവരുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറിയിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു അതിഥിയായിരുന്നു. അദ്ദേഹം ഒരു സ്ഥിര താമസക്കാരനായി. അപ്പൊ ലൂയിസ് ഈ പറയുന്ന സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടത്തിയിരുന്നത്. അപ്പോ പുതിയ ഈ സുബോധ ദിവസത്തിന്റെ ആ ആദ്യ മാസങ്ങളിൽ മറ്റുള്ളവരെ പുതിയ മനുഷ്യരാക്കി തീർക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം ബിൽ ഡബ്ല്യു നടത്തുന്നുണ്ട്. അദ്ദേഹം ലോകത്തിലെ എല്ലാ കുടിയന്മാരെയും നേരെയാക്കാൻ പോകുന്നു. അല്ലെങ്കിൽ 10,000 വർഷങ്ങളായിട്ട് മദ്യാസക്തരുടെ കാര്യത്തിൽ ഒരാളും ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. അതുകൊണ്ട് പുതിയ കാര്യങ്ങളെല്ലാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ പരിശ്രമിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല. ശരിയായ രീതിയിൽ സാംശുമാക്കർ പോലും കുടിയന്മാരെ കൈകാര്യം ചെയ്യുന്നില്ല എന്നൊക്കെ അദ്ദേഹം പരാതിപ്പെടുന്നുണ്ട്. ഏതായാലും പലരും ബില്ലിനോട് പറയുന്നുണ്ട്, നീ ഇനി മദ്യാസക്തരെ മറക്കുന്നതാണ് നല്ലത്. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് പുറകെ നടന്നു കഴിഞ്ഞാൽ കാരണം ആരും സുബോധാവസ്ഥയിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരത് മറക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. ബില്ല് ഈ ചികിത്സയ്ക്ക് ശേഷം ഒരു ഞായറാഴ്ച വൈകുന്നേരം ബില്ലിന് അവസരം കിട്ടുകയാണ്. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് അവനോട് മദ്യാസക്തിയെ പറ്റി ഒരു പ്രഭാഷണം നടത്താൻ പറയുന്നുണ്ട്. അദ്ദേഹം ഏകദേശം നല്ല രീതിയിൽ തന്നെ തന്റെ ആത്മീയ അനുഭവത്തെക്കുറിച്ച് ഒക്കെ അവിടെ സംസാരിക്കുമ്പോൾ അതിന്റെ 2ാം നിരയിൽ നിന്ന് ഫ്രെഡ് എന്ന് പറയുന്ന ഒരു ഫിസിക്സ് പ്രൊഫസർ മുഖമൊക്കെ ചുവന്ന് തുടുത്ത് ഓടി ഇദ്ദേഹത്തിന് അടുത്തേക്ക് വരികയും ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിൽ ഡബ്ല്യുവിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെയോ മാറ്റം വരുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകളുടെ ഷെയറിംഗ് എല്ലാം അങ്ങനെയാണ്. ഒരാൾ വേദിയിൽ നിന്ന് സംസാരിക്കുന്നു, താഴെ ഇരുന്ന ആളുകൾ അത് കേൾക്കുന്നു, അപ്പോൾ അടുത്ത ആൾ വന്ന് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ആണ് അവിടുത്തെ പൊതുവായിട്ടുള്ള ഷെയറിംഗ് നടക്കുന്നത്. ഫ്രെഡിൽ വളരെ മാറ്റമുണ്ടായി. കാരണം 11 വർഷത്തോളം കുടി നിർത്തിയൊക്കെ നടന്നിരുന്ന ഒരാൾക്ക് ഈ ബിൽ ഡബ്ല്യുവിന്റെ ഷെയറിംഗിൽ കേട്ടപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 1934 ഡിസംബറിൽ ചികിത്സ കഴിഞ്ഞു. ഫ്രെഡിനെ കണ്ടുമുട്ടി. എബി കൂടെയുണ്ട്. 1935 ആദ്യ മാസങ്ങളിൽ ബില്ലിനെ നേരിടേണ്ടി വന്നത് ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഒരുപാട് നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് അവന് ഇത്തരം ആളുകളുമായിട്ട് മദ്യാസക്തരോട് വേദോപദേശം നൽകുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവനുണ്ടായ ആത്മീയ അനുഭവം അവരോട് തുറന്നു പറയുന്നു. മോചനത്തിന് തീർച്ചയായും അത് മാത്രമാണ് പോകാൻ വഴിയെന്നും ബില്ല് അങ്ങനെ ആണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവൻ ആ രീതിയിലാണ് മറ്റുള്ളവർ പറഞ്ഞത്. അതായത് വിനയമുള്ളവരാകണം, മദ്യാസക്തരുമായിട്ടുള്ള പ്രവർത്തനം നടത്തണം എന്നൊക്കെ അവന് അറിയാമായിരുന്നു. അതനുസരിച്ചാണ് അവൻ പെരുമാറിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ രോഗികളായ മദ്യപാനികൾക്ക്
എന്താണ് ആവശ്യമായത് എന്ന് അവന് തിരിച്ചറിവ് കൊടുത്തത് ഡോക്ടർ സിൽക്കോർത്താണ്. അവരാണ് അദ്ദേഹമാണ് അവനെ നേരെയാക്കാനായിട്ട് സഹായിച്ചത്. ഡോക്ടർ പറഞ്ഞു, ബിൽ, വേദോപദേശമാണ് നിങ്ങൾ നൽകുന്നത്. അവൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ തത്വങ്ങൾ ഒരുപാട് സംസാരിക്കുന്നു, അവന്റെ ആത്മീയ അനുഭവവും. ഇതിന് പകരം എന്തുകൊണ്ട് മദ്യാസക്തിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൂടാ? എന്തുകൊണ്ടാണ് അവന്റെ രോഗികളായ മദ്യാസക്തരോട് അവർ മദ്യപാനം തുടർന്നാൽ ഭ്രാന്തിന്റെയോ മരണത്തിന്റെയോ വക്കോളമുള്ള അവസ്ഥയിൽ എത്തുമെന്ന് പറഞ്ഞുകൂടാ? ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കുമ്പോൾ തന്റെ അഹങ്കാരത്തെ ആഴങ്ങളിലേക്ക് മാറ്റുന്നുവെന്നും അത് പൊടിച്ചു കളയുന്നുവെന്നും സിൽക്കോർത്ത് ബില്ലിനോട് പറയുന്നു. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് പെറുക്കിയെടുത്ത സദാചാര തത്വങ്ങളുടെ മരുന്നുകൾ പരീക്ഷിക്കാവൂ എന്ന് സിൽക്കോർത്ത് അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ സിൽക്കോർത്തിന്റെ ഉപദേശം അദ്ദേഹം ശിരസാ വഹിച്ചു. ആദ്യത്തെ പ്രവർത്തനം ചെയ്യാനുള്ള അവസരം വന്നത് അപരിചിതനായ വളഞ്ഞ രീതിയിലുള്ള മാർഗത്തിലായിരുന്നു. ബില്ലിന് വാൾസ്ട്രീറ്റിലുണ്ടായ കൃതി വർഷങ്ങൾക്ക് മുമ്പേ നശിപ്പിക്കപ്പെട്ടിരുന്നു. അവന്റെ പല പഴയ വ്യവസായ കൂട്ടാളികളും അവന്റെ സുബോധത്തെ സംശയത്തോടു കൂടിയാണ് നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും അവനെ ഒരു ബിസിനസ് രീതിയിൽ ബന്ധപ്പെടുത്താനായിട്ട് നോക്കിയിരുന്നില്ല. എന്നാൽ 1934 ഡിസംബറിൽ ഒരു ടോപ്കിൻസ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമുണ്ടാക്കുകയും അദ്ദേഹം ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്ത് നാഷണൽ റബ്ബർ മെഷീനറി കമ്പനിയുടെ വ്യാവസായിക ആവശ്യത്തിനായിട്ട് അവര് അതായത് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇടിച്ചു പരത്തി ടയർ ഉണ്ടാക്കുന്ന രൂപത്തിലാക്കുന്ന ഒരു കമ്പനിയാണത്. അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അതായത് അവരുടെ ഷെയർ ബ്രോക്കേഴ്സും ഒക്കെ ഷെയർ ഹോൾഡേഴ്സും ഒക്കെ ആയിട്ടുണ്ടായ പ്രശ്നങ്ങൾ കമ്പനി പൂട്ടിപ്പോയി. അപ്പൊ അത് തിരിച്ചു പിടിക്കാനായിട്ട് ബില്ലിനെ ഏൽപ്പിക്കുകയാണ്. ഏകദേശം ന്യൂയോർക്കിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള ഒഹായോയില് ട്രെയിൻ കയറി ബില്ലും ബില്ലിന്റെ സുഹൃത്തുക്കളായവരും ഈ കമ്പനിയിലേക്ക് പോകുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊരു പോരാട്ടം നിറഞ്ഞ ആദ്യത്തെ അനുഭവമാണ്. കാരണം താൻ ഇതുവരെ നേടിയെടുത്തതും അല്ലെങ്കിൽ തനിക്കറിയാവുന്നതുമായിട്ടുള്ള എല്ലാ കച്ചവടങ്ങളും എല്ലാം പൂട്ടിപ്പോയിരിക്കുന്നു, ജോലിയില്ല. അപ്പോൾ ഈ ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയാലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊക്കെ ബില്ല് വിചാരിക്കുന്നുണ്ട്, ട്രെയിനിലിരുന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ NRM അല്ലെങ്കിൽ നാഷണൽ റബ്ബർ മെഷീനറിയിലെ ഷെയർ ഹോൾഡർമാരിൽ നിന്നൊക്കെ ഒരു വലിയ പിന്തുണയൊക്കെ ബില്ലിന് കിട്ടുന്നുണ്ട്. പക്ഷെ ബില്ല് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് നടന്നില്ല. കാരണം ധാരാളം ആഴ്ചകൾ ബില്ല് അവിടെ ചെലവഴിച്ചു. അക്രോണിൽ ഷെയർ ഹോൾഡേഴ്സുമാരെല്ലാം നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ തന്റെ ഭാഗത്ത് ചേർത്ത് നിർത്താനൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ഫ്ലോർമാൻ ഗ്രൂപ്പാണ്. അതായത് ഫ്ലോർമാൻ എന്ന് പറയുന്ന ആളുടെ കീഴിലുള്ള ഗ്രൂപ്പ് അവര് ആദ്യം നല്ല ഒരു കൗശലമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് 60% ഓഹരി ഉള്ള ആളുകളെ അവരോടൊപ്പം കൂട്ടുകയും ആദ്യം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സമാധാനത്തിൽ തങ്ങളുടെ കൈകളിൽ എത്തുമെന്ന ബില്ലും കൂട്ടാളികളും വിചാരിച്ചുവെങ്കിലും ആ ബിസിനസ് ആ ഒരു ഷെയർ ഹോൾഡർമാരുടെ 60% ഷെയർ ഹോൾഡർമാർ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർ പാർട്ടികളുടെ ഫ്ലോർമാൻ ഗ്രൂപ്പിലേക്ക് ചേരുകയും അദ്ദേഹം പോയ ആ ഒരു കാര്യം നടക്കാതെ വരികയും ചെയ്യണം. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഭീമാകാരമായ ഒരു നിരാശയിലേക്ക് ബില്ല് എടുത്തെറിയപ്പെട്ടു. അവന്റെ സുഹൃത്തുക്കൾ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോയി. അവന്റെ കയ്യിൽ ആ വെള്ളിയാഴ്ച വെറും $10 മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ചകളിൽ അവൻ വളരെ നിരാശനായി, സഹതാപത്തിലൊക്കെ നീരസമൊക്കെ വരുന്നുണ്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ലോബിയിലെല്ലാം നടക്കുന്നുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് അവന് പിന്നീട് വളരെയധികം ദേഷ്യം ഉണ്ടാവുകയും മേഫ്ലയർ ഹോട്ടലിൽ ലോബിയിലൂടെ മുകളിലേക്കും താഴേക്കുമൊക്കെ അവൻ നടക്കുകയാണ് അലസനായിട്ട്. കാരണം അവന്റെ കയ്യിൽ ഒരു $10 ഉണ്ട്. അവന് കുടിക്കാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷനൊക്കെ തോന്നുന്നുണ്ട്. കാരണം പ്രതിസന്ധി, അതായത് ജീവിതത്തിലെ എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ആ കമ്പനിയുടെ ചെയർമാൻ ആകാനുള്ള അവന്റെ താല്പര്യങ്ങളെല്ലാം അവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ
ഒന്നോ രണ്ടോ ജിന്ന് അടിച്ചേക്കാമെന്നൊക്കെ വിചാരിക്കുന്നതായിട്ട് വാഷിംഗ്ടണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബിൽ വിൽസന് ഞാൻ വീണ്ടും കുടിച്ചാൽ ആ യുദ്ധവിരാമ നാളുകളിലെ സെയിം അനുഭവം എനിക്ക് വീണ്ടും ഉണ്ടാകുമെന്ന് ബില്ലിന് ഒരു പരിഭ്രാന്തി ഉണ്ടായി. പിന്നെ ബില്ലിപ്പോൾ 5 മാസം സോബറാണ്. കാരണം 5 മാസത്തെ ന്യൂയോർക്കിലെ കാൽവരി മിഷനിൽ അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. ആ 5 മാസവും ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലും അനേകം മധ്യസ്ഥരുമായിട്ട് നന്നായി പ്രവർത്തിച്ചു. അതാണ് അദ്ദേഹത്തിന് സുബോധവാനായിട്ട് നിലനിൽക്കാനായിട്ട് സാധിച്ചത്. ആ ജോലിയിൽ, അതായത് ഇങ്ങനെ മധ്യസ്ഥരുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സംരക്ഷണം അദ്ദേഹം മനസ്സിലാക്കി. അവനത് ഓർമ്മിച്ചു. തീർച്ചയായും മറ്റൊരു മധ്യസ്ഥനുമായിട്ട് സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ്റെ ചിന്തകൾ അവിടെ കോർണറിലുണ്ടായിരുന്ന ഒരു പള്ളി ഡയറക്ടറിയിലേക്ക് പോവുകയും, ഡയറക്ടറിൽ ആക്രമണത്തിലെ പ്രധാന പള്ളികളെക്കുറിച്ചും അവയുടെ പുരോഗതിയെക്കുറിച്ചുള്ള ഒരു പട്ടിക ഉണ്ടായിരുന്നു. ഏതായാലും 30 മുതൽ 50 വരെ പേരുകളുള്ള ആ പട്ടികയിൽ നിന്ന് ആകസ്മികമായിട്ട് റവറർ വാൾട്ടർ എഫ് ടങ്സിൻ്റെ പേര് കാണുകയും അയാളെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ടങ്സ് കിട്ടാൻ അവന് കുറേ 10 പേരുടെ നമ്പറുകൾ കൊടുക്കുന്നു. ആ 10 പേരിൽ 10 ആളുകളുടെ പേര് അവന് നൽകി. ടങ്സ് ബിൽ ഡബ്ല്യുവിന് നൽകിയ 10 പേരുകളെയും ബിൽ ഡബ്ല്യു വിളിച്ചു. പക്ഷേ ആ 10 പേരിൽ ആരും മധ്യസ്ഥരായ ഒരാളുടെ പോലും പേര് ലഭിച്ചില്ല. പക്ഷേ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് നോർമൻ ഷെപ്പാർഡ് എന്നാണ്. അപ്പോൾ നോർമൻ ഷെപ്പാർഡ് ബിൽ ഡബ്ല്യുവിനോട് പറയുന്നുണ്ട്, ഹെൻറിറ്റ സെപ്പർലിംഗ് എന്ന സ്ത്രീയെ എനിക്കറിയാം. അവളുടെ ഒരു സുഹൃത്തിനെ ധാരാളം നാളുകളായിട്ട് സഹായിക്കാനായിട്ട്, മധ്യസ്ഥനെ ഒരു സുഹൃത്തിനെ സഹായിക്കാനുള്ള പരിശ്രമങ്ങൾ അയാൾക്കറിയാം. ഷെപ്പേർഡ് ബില്ലിനോട് പറഞ്ഞു, എനിക്കിന്ന് രാത്രി ന്യൂയോർക്കിലേക്ക് പോകണം, പക്ഷെ നിനക്ക് ഹെൻറിറ്റ സെപ്പർലിങ്സിനെ വിളിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സെപ്പർലിങ്സിനെ വിളിക്കാമെന്ന ആശയം ബില്ലിന് കിട്ടി. പക്ഷേ അവനൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. കാരണം ഇത് ഗുഡിയർ റബ്ബർ കമ്പനിയാണ്. ഹെൻറിറ്റ ബ്രാങ്ക് സെപ്പർലിങ്സ് അദ്ദേഹത്തിന് ഈ ഗുഡിയർ കമ്പനിയായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ഗുഡിയർ കമ്പനിയുടെ സ്ഥാപകന്റെ ഭാര്യയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹെൻറിറ്റ സെപ്പർലിങ്സ് അവരുടെ മരുമകളായിരുന്നു. ഏതായാലും ധൈര്യമായിട്ട് ബില്ല് വിളിക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിനു മുമ്പും മുകളിലോട്ടും താഴോട്ടും ഒക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷെ എന്തോ അവനോട് ശ്രീമതി സെപ്പർലിങ്സിനെ വിളിക്കാനായിട്ട് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ അവൻ്റെ മുറിയിലേക്ക് പോയിട്ട് അവളെ വിളിക്കാൻ ആരംഭിച്ചു. ഹെൻറിറ്റ സെപ്പർലിങ്സ് ഫ്രാങ്ക് സെപ്പർലിങ്സിൻ്റെ ഭാര്യയായിരുന്നില്ല, അവൾ അവൻ്റെ മരുമകളായിരുന്നു. അവൾ ഈ കൊട്ടാരത്തിലേക്ക്, സെപ്പർലിംഗ് കൊട്ടാരത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അവളുടെ 3 പെരുമക്കളുടെ കൂടെ ഹെൻറിറ്റ പിന്നീട് ഫോൺ കോളിനെ പരിചയപ്പെടുത്തിയതാണ്. ഞാൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നാണ് വരുന്നത്. ഞാൻ ന്യൂയോർക്കിൽ നിന്നുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ആളാണ്. എനിക്കിങ്ങനെ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തണമെന്നാണ്. ഹെൻറിറ്റ അതിന് പറഞ്ഞത് സ്വർഗത്തിൽ നിന്നുള്ള മന്ന എന്നാണ്. സ്വർഗത്തിൽ നിന്നുള്ള മന്ന എനിക്ക് ലഭിച്ചു, താങ്കൾ ഇപ്പോൾ തന്നെ വരണം എന്നാണ്. ബിൽ ഡബ്ല്യു യാതൊരു പരിചയമില്ലാതിരുന്നിട്ട് കൂടി ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗം എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്ക് അവൾ വിളിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്, അവളും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവൾ പോയിരുന്ന ഗ്രൂപ്പിൽ ഡോക്ടർ ബോബ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ബോബ് അവരുടെ മുമ്പിൽ രഹസ്യത്തിൽ ഒരു കാര്യം സമ്മതിച്ചു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്, എനിക്ക് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഹെൻറിറ്റ വിശ്വസിക്കുന്നത് ഡോക്ടർ ബോബിന് സത്യസന്ധമായിട്ടൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ സത്യസന്ധമായിട്ട് മീറ്റിങ്ങിൽ വന്ന് അത് പറയാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഈ ന്യൂയോർക്കിൽ നിന്നുള്ള ഈ വിളി അല്ലെങ്കിൽ ഈ അതിഥി ചിലപ്പോൾ ഈ ഒരു മദ്യാസക്തിയുടെ പ്രശ്നത്തെ മാറ്റാനായിട്ട് സഹായിച്ചേക്കാമെന്ന് ഹെൻറിറ്റ വിശ്വസിക്കുകയാണ്.
ഏതായാലും ബില്ല് അവളുടെ വീട്ടിലെത്തി. അവള് ഡോക്ടർ റോബർട്ട് സ്മിത്തിനെ അല്ലെങ്കിൽ ഡോക്ടർ ബോബിനെ വിളിക്കുന്നുണ്ട്. അവന് ഒരു ഫിസിഷ്യനാണ്, ശക്തനായ ഒരു അവിടെ എല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു മദ്യാസക്തനുമാണ്. മദ്യാസക്തിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ്. ഏതായാലും ഹൺട്രിറ്റ സിബ്ലിങ്സ് ഫോൺ ചെയ്യുമ്പോൾ ഡോക്ടർ സ്മിത്തിന്റെ ഭാര്യ ആനുമായിട്ട് ആണ് സംസാരിച്ചത്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അത് ഒരു മാതൃദിനമാണ്. അപ്പൊ അന്ന് ഡോക്ടർ ബോബ് ഒരു ചെടിയുമായിട്ടൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. ചെടിയെ വീട്ടിൽ വെച്ചതിന് ശേഷം അവിടെ കിടന്ന് ബോധരഹിതനായി എന്ന് പറയുന്നുണ്ട്. ഏതായാലും അന്നത്തെ ദിവസം കൂടിക്കാഴ്ച നടന്നില്ല. പിറ്റേ ദിവസം വൈകുന്നേരം സെബർലിങ്സ് കൊട്ടാരത്തിന്റെ ഗേറ്റ് ഹൗസിൽ അവരൊക്കെ തമ്മിൽ കാണാനുള്ള ഒരു മുറി എല്ലാം ഒരുക്കപ്പെട്ടു. അവിടെ ഡോക്ടർ ബോബ് 55 വയസ്സുള്ളപ്പോൾ, അതായത് ബിൽ ഡബ്ല്യുവിന് 40 വയസ്സും, അതായത് 15 വയസ്സ് വയസ്സിൽ കുറവുള്ള ബിൽ ഡബ്ല്യുവിനെ കാണാനായിട്ട് അവിടെ എത്തിയാണ്. സ്വന്തം മക്കളെ എല്ലാം കൊണ്ട് ഭാര്യയായിട്ടാണ് ഡോക്ടർ ബോബ് വന്നത്. ഡോക്ടർ ബോബ് അവിടെ എത്തുമ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യം, ഡോക്ടർ ബോബ് 15 മിനിറ്റാണ് അത് അവരുമായിട്ട് സംസാരിക്കാനായിട്ട് അനുവദിക്കുള്ളൂ എന്ന് ഓൾറെഡി ഫോണിലൂടെ സെബർലിങ്സിനോട് പറയുന്നുണ്ട്. അപ്പോൾ സെബർലിങ്സിനൊക്കെ അത് സമ്മതിക്കുന്നുമുണ്ട്. ഡോക്ടർ ബോബ് അവിടെ എത്തുന്നു. ആ കണ്ടുമുട്ടലിനെ പറ്റി പിന്നീട് ഡോക്ടർ ബോബ് പറയുന്നത്, അത്രയും മോശമായിട്ടൊരു അവസ്ഥയിൽ ഒരാളെ കാണാനായി ഞാൻ പോയിട്ടില്ലെന്നാണ്. കാരണം ഹെൻറിറ്റ സിബ്ലിങ്സ് ഒരു ഫോൺ കോൾ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവളോട് ഇങ്ങനെ വരാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റെങ്കിലും സംസാരിക്കാൻ സമ്മതിച്ചത് എന്ന് പിന്നീട് പറയുകയും അവളെ കൊണ്ട് അത് പ്രതിജ്ഞ എടുപ്പിക്കുകയും 15 മിനിറ്റ് ഞാൻ സംസാരിക്കണമെന്ന് പ്രോമിസ് ചെയ്യിപ്പിച്ചു. കാരണം ഡോക്ടർ ബാബു പറയുന്നത് ഇത്തരം വിഡ്ഢികളുമായിട്ട് സംസാരിക്കാനായിട്ടൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പറയുന്നത്. ഏതായാലും ബില്ല് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയിൽ ഡോക്ടർ ബോബും ബിൽ ഡബ്ല്യുവും 5 മണിക്ക് കയറിയിട്ട് രാത്രി 11 മണി വരെ സംസാരിച്ചു. ഏകദേശം 6 മണിക്കൂർ അവരൊന്നിച്ച് സംസാരിച്ചു. എന്താണ് സംഭവിച്ചത്? വെറും 15 മിനിറ്റ് എന്ന് സംസാരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ 6 മണിക്കൂർ അവര് സംസാരിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യത്തെ ഷെയറിംഗ് അതാണ്. അവർ പറഞ്ഞത്, ഡോക്ടർ ബോബ് അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞത് ഇതാണ്: മദ്യാസക്തിയെ പറ്റി സ്വന്തം അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസാരിച്ച ആദ്യത്തെ വ്യക്തി ബിൽ ഡബ്ല്യു ആണ്. അവൻ എൻ്റെ ഭാഷ സംസാരിച്ചു. അവന് എല്ലാ ഉത്തരങ്ങളും അറിയാമായിരുന്നു. അത് പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല, സ്വന്തം അനുഭവങ്ങളിലൂടെ പറയുന്നതാണ്. അതിനു മുമ്പ് അദ്ദേഹം മദ്യാസക്തരെ ചികിത്സിച്ചിരുന്ന ഒരാളാണ് ഡോക്ടർ ബോബ്. സഹപ്രവർത്തകരായ ആളുകളിൽ ധാരാളം പേരെ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ ഡോക്ടർ ബോബിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്വന്തം അനുഭവത്തിലൂടെ മദ്യാസക്തിയെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരാള് ബിൽ ഡബ്ല്യു ആണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ആദ്യത്തെ ഷെയറിങ് ഉടലെടുക്കുന്നത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പില് ഇവര് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പങ്കുവയ്ക്കൽ നടത്തുമ്പോൾ അതൊരു വീട് വൃത്തിയാക്കലായിട്ടാണ്, നമ്മൾ മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന രീതിയിലാണ് അവരത് ഷെയർ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് അവരവരുടെ കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്ലീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു പ്രയത്നം അവിടെ നടക്കുന്നുണ്ട്. ഇതൊരു പിന്നെ അത് കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ അത് മാത്രമല്ല, ഒരു പ്രായശ്ചിത്തം കൂടി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ അവർ പുനഃസ്ഥാപിച്ചിരുന്നു. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, പേജ് നമ്പർ 58 ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാനത് ആദ്യം ഇംഗ്ലീഷിൽ വായിക്കാം, കഴിഞ്ഞിട്ട് അതിൻ്റെ മലയാളം നമ്മുടെ ബുക്കിലുള്ളത് നമുക്ക് വായിക്കാം. അവർ സ്റ്റോറീസ് ഡിസ്ക്ലോസ്ഡ് എ ജനറൽ വേ വാട്ട് വി യൂസ് ടു ബി ലൈക്ക്, വാട്ട് ഹാപ്പൻഡ് ആൻഡ് വാട്ട് വി ആർ ലൈക്ക് നൗ. തങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, എന്തു സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ് എന്നീ കാര്യങ്ങളാണ് ഞങ്ങളുടെ കഥകൾ പൊതുവെ ഒഴിവാക്കുന്നത്. അവിടെ 3 ഫ്രേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 3 ഭാഗം. വാട്ട് വി യൂസ് ടു ബി ലൈക്ക്, അത് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻഡ്,
പ്ലാൻ ഓഫ് ആക്ഷനാണ്. അതിലെ 12 പടികളെ കുറിച്ച് അവിടെ സംസാരിക്കുന്നു. വാട്ട് വി ആർ ലൈക്ക് നൗ, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതിൻ്റെ റിസൾട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നം പറയുന്നു, നമുക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ 12 പടികൾ നമ്മൾ എങ്ങനെ എടുത്തു എന്ന് പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്, റിസൾട്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടി, എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്, അങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകൾ പറയുന്ന രീതിയിലാണ് നമുക്ക് പറയാമോ സാധാരണ രീതിയിൽ പറയുന്നത്. ഞാൻ എൻ്റെ ഈ വിഷയം പറയുമ്പോൾ ഇതിന് ഞാൻ 2 പാർട്ടായിട്ട് വീണ്ടും തിരിക്കുകയാണ്. 1 to 1, അതായത് ഒരാൾ മറ്റൊരാളോട് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, പിന്നെ ഗ്രൂപ്പ് തെറാപ്പി എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. നമുക്കറിയാം, ഈ 1 to 1 അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ കാണാൻ പോകുമ്പോൾ ഏത് തരത്തിലുള്ള മനോഭാവമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ മറ്റൊരു എ മെമ്പർ, ചിലപ്പോൾ ആദ്യമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്ന ഒരു എ മെമ്പറെ നമ്മൾ ഏത് രീതിയിലാണ് ഉള്ള മനോഭാവമാണ് അയാളോടൊക്കെ കാണിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്ന കുറേ ഭാഗങ്ങൾ ബുക്കിൽ പറയുന്നുണ്ട്. അത് ഞാൻ 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് സാധാരണ പറയാറുണ്ട്, അല്ലെങ്കിൽ എഴുതിയെടുക്കാറുണ്ട്. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളാണ് ഈ 1 to 1, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് മറ്റൊരു ആൽക്കഹോളിക്കിനോട് ഷെയർ ചെയ്യുന്ന രീതി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് സഹായം നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആളെ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് കാണുക. അപ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ നമ്മൾ ഒറ്റയ്ക്ക് കാണുക, അയാളെ ഒറ്റയ്ക്ക് കാണുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കാണുക എന്നുള്ളതല്ല. അയാളെ അവരുടെ കുടുംബത്തിൻ്റെ ഇടയിൽ വെച്ചോ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഇടയിൽ വെച്ചോ, കൂട്ടുകാരുടെ ഇടയിൽ വെച്ചോ കാണാതെ ഒറ്റയ്ക്ക് പോയി കാണുക. രണ്ടാമത് പറയുന്നത്, ആദ്യമൊക്കെ പൊതുവായ സംഭാഷണങ്ങളിൽ മുഴുകുക. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകകാര്യങ്ങളൊക്കെ പറയാം, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ച് അയാളെ ഒരു സൗഹൃദത്തിലാക്കുന്ന രീതിയിൽ നമ്മൾ പൊതുവായിട്ടുള്ള സംഭാഷണങ്ങൾ മുഴുകണം. മൂന്നാമത് പറയുന്ന കാര്യം, കുറേ കഴിഞ്ഞ സംഭാഷണം കുടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലേക്ക് തിരിച്ചുവിടും. അതായത് നമ്മൾ സംഭാഷണം ആദ്യമൊക്കെ പൊതുവായിട്ട് സംഭാഷണം, അത് വീണ്ടും കുടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിച്ചുവിടണം. അയാളെക്കുറിച്ച് സ്വയം സംസാരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. അതിലേക്കായി അയാളോട് നിങ്ങളുടെ മദ്യപാനശീലത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രത്യേക ലക്ഷണങ്ങളെക്കുറിച്ചും, മദ്യപാനത്തിന് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും അയാളോട് പറയണം. നമുക്ക് പറയാം, ഞാൻ 2 പെഗ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നാറുണ്ട്, ബോധം കെട്ടു പോകാറുണ്ട്, രാവിലെ എണീക്കുമ്പോൾ ഓർമ്മക്കുറവുണ്ടാവാറുണ്ട്, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കുറേ ലക്ഷണങ്ങൾ നമുക്കുണ്ടാവും. അത് അയാളോട് പറയുക. 5-മത്, നിങ്ങൾക്കുള്ള മദ്യപാന അനുഭവത്തെക്കുറിച്ച് അയാളോട് പറയുക. 6-മത്, അയാൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അയാളെ അതിന് സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് കൂടുതൽ നല്ല ധാരണ ലഭിക്കും. അതായത് അയാൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാളെ അതിന് പ്രോത്സാഹിപ്പിക്കണം. അപ്പം നമുക്ക് അങ്ങനെ രണ്ടുപേരും കൂടി മ്യൂച്വൽ കോൺവെർസേഷൻ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ആ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ നല്ല ധാരണയിൽ എങ്ങനെ സംസാരിക്കാമെന്നുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കും. 7-മത് പറയുന്ന, അയാൾ ആശയവിനിമയം നടത്തുന്നതിൽ വിമുഖത ഉള്ളവനാണെങ്കിൽ നിങ്ങൾ കൂടി നിർത്തുന്നത് വരെയുള്ള നിങ്ങളുടെ മദ്യപാന ജീവിതത്തിൻ്റെ ഒരു നികച്ചിത്രം അയാൾക്ക് നൽകുക. അയാളിപ്പോൾ നമ്മളോട് വലിയ സംഭാഷണത്തിനൊന്നും ഏർപ്പെടാൻ താല്പര്യമില്ലാത്ത രീതിയിൽ വിമുഖത പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുടി നിർത്തിയത് വരെ, ഇപ്പോൾ ഞാനാണെങ്കിൽ 2009 ഓഗസ്റ്റ് 15-നാണ് എയിൽ വന്നത്, അതുവരെ ഞാൻ കുടിച്ച കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കുടി നിർത്താനൊക്കെ ആയിട്ട് ശ്രമിച്ച ശ്രമങ്ങളുമൊക്കെ അയാൾക്ക് ഒരു ചിത്രം അയാൾക്കൊപ്പം നൽകണം. 8, ഞാൻ എങ്ങനെ കുടി നിർത്തി, അല്ലെങ്കിൽ എങ്ങനെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് കുറേ സമയത്തേക്ക് അയാളോട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞുവെന്ന് അയാളോട് പറയുക. അതിനുശേഷം ഒന്നും പറയാതിരിക്കുക. അപ്പോൾ അയാളോട് ധാർമ്മിക പ്രതോപനം. 9-മത് പറയുന്ന, അയാളോട് ഗൗരവമാർന്ന ഒരു മാനസികാവസ്ഥയിലാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന ആള് ഭയങ്കര ഗൗരവക്കാരനാണ്, അയാൾക്ക് ഒരു മാനസിക അവസ്ഥ ഗൗരവത്തിലാണെങ്കിൽ അയാളോട് ധാർമ്മിക പ്രബോധനം നടത്തുകയോ പ്രസംഗം ചെയ്യുകയാണ് എന്ന തോന്നൽ ഉണ്ടാകാത്ത നിലയിൽ നിങ്ങൾക്ക് മദ്യം മൂലം ലഭിച്ച കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അയാൾ ഗൗരവക്കാരനാണെങ്കിൽ മദ്യം മൂലം നമുക്കുണ്ടായ കുഴപ്പങ്ങളെക്കുറിച്ച് പറയുക. ഇനി 10-മത്, അയാൾ ലാഘവത്തോടെയുള്ള ഒരു മാനസികാവസ്ഥ, അതായത് വളരെ ലാഘവത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ സംസാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ അയാളോട് ഫലിതപൂർണമായ നിങ്ങളുടെ മദ്യപാന വീരകഥകൾ പറയുക. ഫലിതപൂർണ്ണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ തമാശകളൊക്കെ സംഭവിച്ചതും മദ്യപാനത്തിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ തമാശ നിറഞ്ഞ കഥകളൊക്കെ ഉണ്ടാവും. അതുപോലത്തുള്ള കഥകൾ പറയുക. അയാളുടെ അത്തരം ചില കഥകൾ പറയാൻ അയാളെയും പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഫലിതം നിറഞ്ഞ അയാൾക്ക് എന്തെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്
അയാളെയും ഇത്തരം കഥകൾ പറയാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. 11, മദ്യപാന വിനോദത്തിന്റെ ഒട്ടുമുക്കാൽ കാര്യങ്ങളും നിങ്ങൾക്കറിയാമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങുമ്പോൾ ഒരു അമിത മദ്യപാന രോഗി എന്ന നിലയിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾക്ക് വിവരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പല കാര്യങ്ങളും ഒരു അമിത മദ്യപാന രോഗി എന്ന നിലയിൽ നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾ ഗ്രഹിച്ചു തുടങ്ങുമ്പോൾ, അയാൾക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ, നമ്മൾ മദ്യപാന രോഗി എന്ന നിലയിൽ, അതിലൊരു ആൽക്കഹോളിക് എന്ന രീതിയിൽ നമ്മളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അയാൾക്ക് വിവരിച്ചു കൊടുക്കുക. 12, എത്രമാത്രം കബളിക്കപ്പെട്ടവനായിരുന്നു നിങ്ങളെന്നും അവസാനം എങ്ങനെ നിങ്ങളൊരു രോഗിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്നും അയാളോട് പറയുക. കാരണം മദ്യപാനം മൂലം നമ്മൾ ഒരുപാട് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇന്ന് നിർത്തുമെന്ന് ഭാര്യയോട് ശബ്ദം ചെയ്യുക, നമ്മൾ മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക, സ്ഥലങ്ങൾ മാറി നോക്കുക, വീട് മാറി നോക്കുക, പിന്നെ ബിയർ മാത്രം കഴിച്ചു നോക്കുക, കള്ള് മാത്രം കഴിച്ചു നോക്കുക, പിന്നെ അങ്ങനെ 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 ഒരു സുദീർഘമായ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പുസ്തകത്തിൽ അതിനെപ്പറ്റി ദീർഘമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അപ്പം അത് അയാളോട് പറയാം. പിന്നെ 13 പറയുന്നത് മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു വിവരണം അയാൾക്ക് നൽകുക. 22, മദ്യപാനത്തിന്റെ ഫലമായി ശരീരത്തിനും മനസ്സിനുമുണ്ടായ പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ച് അയാളോട് പറയുക. അത് നമുക്കറിയാം, മദ്യപാനം മൂലം നമുക്ക് ശരീരത്തിനുണ്ടായ, എനിക്കാണെങ്കിൽ ശരീരത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതും എൻ്റെ ചെസ്റ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്തും ഒക്കെ അയാളോട് നമുക്ക് പറയാം. പിന്നെ മനസ്സിനുണ്ടായ പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഉൾവലിയൽ, കൂട്ടുകാരുടെ കൂട്ടുചേരാതിരിക്കൽ, അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ പോകാതിരിക്കൽ, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഏതെങ്കിലും പരിപാടികൾക്ക് നമ്മളെ ക്ഷണിക്കാതിരിക്കൽ, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പോകാതിരിക്കൽ, പോകാനുണ്ടായ മാനസികാവസ്ഥ. അവിടെ മദ്യപിക്കുമ്പോൾ നമ്മൾ ആദ്യം പോയി മദ്യപിക്കുന്നത്, നമ്മളെല്ലാ സഹായങ്ങളും ചെയ്യും, പക്ഷെ അവസാനം നമ്മൾ മദ്യപിച്ച് കുടിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തിരിച്ചു വരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അയാളോട് പറയാം. 23, നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടേയിരിക്കുക. അതായത് നമ്മൾക്ക് നമ്മുടെ വ്യക്തിപരമായ, അതായത് എൻ്റെ കഥകളിലേക്കാണ് എൻ്റെ അനുഭവത്തിലേക്കാണ് അയാളുടെ കഥ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതല്ലാതെ മറ്റ് ആളുകളുടെ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ കഥയല്ല നമ്മളവിടെ പറയേണ്ടത്. കൂടുതൽ നമ്മളുടെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണം. 24, തങ്ങളുടെ ദുർമതിയെക്കുറിച്ച് ഓർത്ത് ബോധവാന്മാരാകാത്ത വളരെ പേർ നശിച്ചു പോയിട്ടുണ്ടെന്നുള്ള വിവരം അയാളോട് പറയണം. അതായത് ഈ പറയുന്ന മദ്യാസക്ത രോഗത്തെപ്പറ്റി ഒരു ബോധവാന്മാരാകാതെ വളരെ പേര് നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അയാളോട് നമ്മൾ പറയണം. നമുക്കറിയാം, അനേകം പേര് ആൽക്കഹോളിസത്തിൽ എത്തിയതിനു ശേഷവും വീണ്ടും തിരിച്ചുപോയി മദ്യപിച്ച് അപകടത്തിൽപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ട്രെയിനിൽ തലവെക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. നമുക്ക് അങ്ങനെ നീണ്ട ലിസ്റ്റ് രോഗികളായി തീരുന്നത്, ഇപ്പോഴും കുടിച്ച് പ്രശ്നമാക്കി ഭാര്യയെ തല്ലിപ്പിരിഞ്ഞ് മക്കളെയും തല്ലിപ്പിരിഞ്ഞ് താമസിക്കുന്നവരൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് ആളുകളുടെ പേരൊന്നും പറയാതെ നമുക്ക് നമ്മുടെ തന്നെ അനുഭവം, അങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ അനുഭവങ്ങൾ അയാളോട് പറയാം. അപ്പോൾ അയാൾക്ക് ഒരു ബോധവാനാകാനുള്ള കാര്യങ്ങളായിട്ട് അത് മാറുകയും ചെയ്യും. 25, എന്തെങ്കിലും നല്ല ഫലം ചെയ്യുമെന്ന് ഉറപ്പില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു അമിത മദ്യപാന രോഗിയായിട്ട് തുടർന്ന് പറയുന്ന ഡോക്ടർമാരെ ഇഷ്ടമുള്ളവരല്ല. പക്ഷേ നിങ്ങൾക്ക് അമിത മദ്യപാന ആസക്തി എന്ന രോഗത്തിന്റെ പ്രത്യാശാരഹിതമായ കുറിച്ച് അയാളോട് പറയാം. കാരണം നിങ്ങൾ അയാൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ ഡോക്ടർമാർ പോലും ഒരു രോഗിയെക്കുറിച്ച് രോഗി വളരെ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആശയങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർ പോലും ഒരു പക്ഷേ ഇതിനെപ്പറ്റി അക്സെപ്റ്റ് ചെയ്യാതെ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടർ പോലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സന്നദ്ധരുള്ളവരല്ല. പക്ഷേ അവരെക്കാളും എല്ലാം വലിയൊരു ഡോക്ടറാണ് ആൽക്കഹോളിക്കായ നമ്മൾ. ഇത് പലരും പറയാറുണ്ട്, നമ്മൾ നല്ല ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരാണ് നമ്മൾ. കാരണം നമ്മൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് എന്തുകൊണ്ട് ഈ രോഗത്തിൻ്റെ പ്രത്യാശരാഹിത്യത്തെക്കുറിച്ചും തിരിച്ചു വരാനുള്ള കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. കാരണം നമ്മൾ അയാളോട് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം, ആൽക്കഹോളിസം അനോണിമസിന്റെ 12 പടികളാണ് നമ്മൾ അയാൾക്ക് നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം. 26, എല്ലായ്പ്പോഴും അല്ലെങ്കിൽ തന്നെയും അമിത മദ്യപാനാസക്തിയുടെ കുറേ ലക്ഷണങ്ങൾ തനിക്കുമുണ്ട് എന്ന് നിങ്ങളുടെ സുഹൃത്ത് വൈകാതെ തുറന്ന് സമ്മതിക്കും. അപ്പം നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയാൾക്ക് അമിത മദ്യാസക്തിയുടെ കുറേ ലക്ഷണങ്ങൾ അയാൾക്ക് ഉണ്ട് എന്ന് അയാൾ തുറന്ന് സമ്മതിക്കും. 27, അയാളൊരു അമിത മദ്യപാന രോഗിയാണെന്ന് അയാളോട് ഡോക്ടർ തന്നെ അയാളോട് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് അത്രയ്ക്ക് നല്ലത്. അതായത് ഒരു മദ്യാസക്തനോട് അയാൾ രോഗിയാണെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അയാളുടെ ഡോക്ടർ പറയണം, അതാണ് ഏറ്റവും നല്ലത്. ഒരു പക്ഷേ
നമ്മൾ കാണാൻ പോകുന്ന ആളോട് എപ്പോഴെങ്കിലും ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഒന്ന് നിയന്ത്രിച്ച് കുടിക്കണമെന്നോ അല്ലെങ്കിൽ കുടി നിർത്തണമെന്നോ പറഞ്ഞിട്ടുണ്ടാവും. 28. നിങ്ങളുടെ സംരക്ഷണയിൽ ഒരാൾ പൂർണ്ണമായും അയാളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് തുറന്ന് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ സുഖം പ്രാപിച്ചു എന്നറിയാൻ അയാൾ വളരെ ജിജ്ഞാസയുള്ളവനായിരിക്കും. അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ അനുവദിക്കുക. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് നമ്മൾ പൂർണ്ണമായും അയാളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മളോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ നമ്മൾ എങ്ങനെ സുഖം പ്രാപിച്ചു എന്ന് അയാൾ നമ്മളോട് ചോദിക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ ജിജ്ഞാസയുള്ളവനായിരിക്കും. അയാൾ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ ആ ചോദ്യം ചോദിക്കാനായിട്ട് അയാൾ തുടങ്ങുകയാണെങ്കിൽ അതിനെ അനുവദിക്കുക. 29. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അയാളോട് പറയുക. എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻ, അല്ലേ? നമ്മൾ 12 വഴികളെ കുറിച്ച്, അതായത് അയാൾ കേൾക്കാൻ സന്നദ്ധനാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തതെന്നും എൻ്റെ സ്പോൺസറെ ഞാൻ എങ്ങനെ കണ്ടെത്തിയെന്നും 1 മുതൽ 12 വരെയുള്ള പടികളെ കുറിച്ചൊക്കെ ഒരു ലളിതമായിട്ടുള്ള വിവരണമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അയാൾക്ക് നൽകാം. 30. ആത്മീയമായ വശത്തിന് ആവശ്യമുള്ളത്ര ഊന്നൽ നൽകുക. അയാൾ ഒരു ദൈവനിഷേധിയോ ദൈവവിരോധിയോ ആണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ അയാൾ സമ്മതിച്ചു തരേണ്ടതില്ല എന്ന് ശക്തമായി വ്യക്തമാക്കുക. ഒരുപക്ഷെ അയാൾ ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ആഞ്ജനേയവാദിയോ ഒക്കെ ആകാം. ചിലപ്പോൾ ദൈവ നിഷേധിയോ ദൈവവിരോധിയോ ആയിരിക്കാം. അപ്പം അയാളെക്കുറിച്ച് അയാൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളോടും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾ അംഗീകരിച്ച് തരേണ്ടതില്ല എന്ന് ശക്തമായിട്ട് നമ്മൾ വ്യക്തമാക്കണം. ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദൈവം അങ്ങനെ ഒന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അയാൾ എഗൈൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അയാളുമായി തർക്കത്തിൽ ഏർപ്പെടാതെ നമ്മൾ ആത്മീയവശത്തിന് കൂടുതൽ ഊന്നിയം നൽകിക്കൊണ്ട് അയാളോട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. എന്തൊക്കെയാണ് പോരാട്ടങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? ബിയർ മാത്രം കുടിക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക, ഇന്ന് ഒരു പെഗ് മാത്രം ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക, ഒരിക്കലും ഒറ്റയ്ക്ക് കുടിക്കാതിരിക്കുക, രാവിലെ ഒരിക്കലും കുടിക്കാതിരിക്കുക, വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, ജോലി സമയങ്ങളിൽ ഒരിക്കലും കുടിക്കാതിരിക്കുക, പാർട്ടികളിൽ സംബന്ധിക്കുമ്പോൾ മാത്രം കുടിക്കുക, സ്കോച്ചിന് പകരം ബ്രാൻഡി ആക്കുക, നല്ല വൈൻ മാത്രം കുടിക്കുക, ജോലി സമയത്ത് കുടിച്ചവൻ മാത്രം അയാൾ രാജിവെക്കാമെന്ന് സമ്മതിക്കുക, യാത്ര പോകാതിരിക്കുക, ഒരിക്കലും കുടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക, കൂടുതൽ ശരീര വ്യായാമം ചെയ്യുക, പ്രചോദനം തരുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുക, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ പോവുക, സ്വയമേ ചികിത്സാലയങ്ങളിൽ പോകുവാൻ സന്നദ്ധ കാട്ടുക എന്ന് വേണ്ട അപാരതകളിലേക്ക് ഈ ലിസ്റ്റ് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. ഈ ഇത്തരം പോരാട്ടങ്ങളാണ് നമ്മൾ അയാൾക്ക് ഒരു വിവരണം നൽകേണ്ടത്. 14. അമിതാവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു കുടിയിലേക്ക് നയിച്ച പെട്ടെന്നുണ്ടായ മാനസിക ചായ്വ് അയാളോട് പറയാം. നമുക്കറിയാം മദ്യാസക്തി ഒരു മാനസികമായിട്ടുള്ള അടിമത്തവും ശാരീരികമായ അലർജിയുമാണെന്ന് ഡോക്ടർ സെൽക്കോർത്ത് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അയാളോട് വിവരിക്കുക. 15. അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഈ ധാരണാരോഗത്തിന്റെ പ്രതീക്ഷാരഹിതമായ ലക്ഷണങ്ങളെപ്പറ്റി അയാളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം മദ്യാസക്തി എന്ന രോഗം, അതിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യണമെന്നും അതല്ലാതെ ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നൊക്കെ നമുക്ക് അയാളോട് പറഞ്ഞു കൊടുക്കാം. ഈ രോഗത്തിന്റെ പ്രതീക്ഷാരഹിതമായ ലക്ഷണങ്ങളെ പറ്റി നമുക്ക് അയാളോട് പറയാം. നമുക്കറിയാം നമ്മൾ സാമ്പത്തികമായി താഴെ പോയത് മുതൽ കുടുംബത്തിലെ പൊതുവായിട്ടുള്ള കുടുംബജീവിതത്തിൽ ബാധിച്ച കാര്യങ്ങൾ മുതൽ ഭാര്യയോടും അമ്മയോടും സഹോദരന്മാരോടും അയൽവക്കക്കാരോടും കൂട്ടുകാരോടും തൊഴിലുടമകളോടും ഒക്കെ പറ്റിപ്പോയിട്ടുള്ള കുറേ ലക്ഷണങ്ങൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ടാവും. ഒരു ആൽക്കഹോളിക് എന്ന രീതിയിൽ നമുക്കത് ഒക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. 16. ആദ്യത്തെ കുടിയെ പറ്റിയുള്ള വിചിത്രമായ മാനസികാവസ്ഥ എങ്ങനെ സാധാരണ മട്ടിലുള്ള മനഃശക്തിയുടെ പ്രവർത്തനങ്ങളെ തടയുന്നു എന്ന വസ്തുത നിങ്ങളെ തന്നെ അനുഭവങ്ങൾ വെച്ച് അയാൾക്ക് കാണിച്ചു കൊടുക്കുക. നമുക്കറിയാം, അല്ലേ? ആദ്യത്തെ കുടിയെ പറ്റിയുള്ള വിചിത്രമായ മാനസികാവസ്ഥ. നമുക്ക് ആദ്യത്തെ കുടിയെ പറ്റിയുള്ള വിചിത്രമായ മാനസികാവസ്ഥ എന്താണ്? സിമ്പിളാണല്ലേ? നമുക്ക് ഇന്ന് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു പെഗ് മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് എല്ലാവരും അങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് കുടി തുടങ്ങുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പെഗ് അടിക്കാം, അതോടുകൂടി പരിപാടി നിൽക്കുമെന്ന്. പക്ഷേ ഒരു ഡ്രോപ്പ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്നു. അത് നമ്മളെ അയലെത്തുമ്പോൾ നമുക്കതെല്ലാം വിചാരം അവസാനം കുടിച്ച കുടിയാണ് നമ്മളെ ഡ്രങ്ക് ആക്കിയത് അല്ലെങ്കിൽ കുടിയനാക്കിയത് എന്നാണ്. പക്ഷെ ആദ്യത്തെ കുടിയാണ് നമ്മളെ മദ്യാസക്തനാക്കിയത് അല്ലെങ്കിൽ മദ്യത്തെ കൂടുതൽ കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അയലെത്തി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനെപ്പറ്റിയെല്ലാം നമുക്കങ്ങനെ അത് തടയാനായിട്ട്, ആദ്യത്തെ കുടി തടയാനായിട്ട് നമുക്ക് ശക്തിയില്ല എന്നുള്ള കാര്യം നമുക്ക് അയാളോട് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് പറഞ്ഞു കൊടുക്കാം. 17. പുസ്തകം അയാൾ നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ അഥവാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അയാളോട് ഈ പുസ്തകത്തിനെ പറ്റി സൂചിപ്പിക്കാതിരിക്കുക. നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് അയാൾക്ക് പുസ്തകത്തെ പറ്റി ഒന്നും ചർച്ച ചെയ്യാനായിട്ട് താല്പര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകം ഉണ്ടെന്ന് പറയും,
അതൊന്നും ഞാൻ വായിക്കാറില്ല എന്ന് അങ്ങനെയുള്ള ഒരു ധാരണയിലൊക്കെയാണ് അയാൾ പറയുന്നതെങ്കിൽ അതിപ്പോൾ സൂചിപ്പിക്കാണ്ടിരിക്കാം. 18 അയാളെ ഒരു അമിത മദ്യപാന രോഗിയെന്ന് മുദ്ര കുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒരാളെയും അമിത മദ്യാസക്ത രോഗി എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളെ വിളിക്കാം. ഞാൻ എന്നെ പറ്റി പറയാം, മദ്യാസക്ത രോഗിയാണ്, ഞാൻ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് വന്നാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ എന്നെ ചൂണ്ടിക്കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ ചൂണ്ടിക്കൊണ്ടോ നിങ്ങൾ അമിത മദ്യാസക്ത രോഗിയാണ് എന്ന് മുദ്ര കുത്തരുത്. വളരെ നിർഭാഗ്യമായ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് തന്നെ ഫോണിൽ പോലും ആൽക്കി എന്ന നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ആൽക്കി, ഇപ്പൊ ആൽക്കി ഷിബു, ആൽക്കി അങ്ങനെ, ആൽക്കി ഇങ്ങനെ, അയാളുടെ പേരുകളെല്ലാം ചേർത്തുകൊണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു മദ്യാസക്ത രോഗി അല്ലെങ്കിൽ ആൽക്കഹോളിക് എന്നുള്ളൊരു വാക്ക് മറ്റൊരാളെ വിളിക്കാതിരിക്കുന്നതാകും കൂടുതൽ ബുദ്ധി. ഞങ്ങളുടെ അടുത്ത് ഒരു ഇംഗ്ലീഷ് കാരൻ, അതായത് ഒരു സായിപ്പ് വിസിറ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പിൽ വന്നപ്പോൾ യെസ് ഹീസ് ആൻ ആൽക്കഹോളിക് എന്ന് മറ്റൊരു എ മെമ്പർ പറഞ്ഞപ്പോൾ അയാൾ വളരെ ചൂടായിട്ട് ചാടി എണീറ്റതും എന്നെ ആൽക്കഹോളിക് വിളിക്കാനായിട്ട് നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ അനുഭവത്തിൽ നിന്നാണ് ഞാനിവിടെ പറയുന്നത്. അതിപ്പോൾ സായിപ്പിനെ വിളിച്ചാലും എൻ്റെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനെ വിളിച്ചാലും ചൂടാവുമെന്ന് ആ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ മറ്റൊരാളെ അമിത മദ്യാസക്ത രോഗി അല്ലെങ്കിൽ അമിത മദ്യാസക്ത അല്ലെങ്കിൽ ആൽക്കഹോളിക്കെ അല്ലെങ്കിൽ രോഗി എന്ന് നമ്മൾ മറ്റൊരാളെ വിളിക്കരുത് എന്ന് ഇത് വ്യക്തമായിട്ട് മുദ്ര കുത്താതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അയാളുടെ തന്നെ അനുമാനങ്ങളിൽ എത്തിച്ചേരട്ടെ. അയാൾ ആൽക്കഹോളിക് ആണെങ്കിൽ അയാളുടെ തന്നെ അനുമാനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന്. ഇനി 19, അയാൾ ഇപ്പോഴും തനിക്ക് നിയന്ത്രിച്ച് കഴിക്കാമെന്ന കാര്യത്തിൽ ഊന്നു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സാധിച്ചേക്കാമെന്ന് അയാളോട് പറയുക. അയാൾ അത്രയേറെ വലിയ നിലയിലുള്ള മദ്യപാന രോഗി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ സാധിച്ചേക്കാമെന്ന് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഒരാൾ നമ്മളോട് പറയാണ് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നിയന്ത്രിച്ചു കുടിക്കാൻ സാധിക്കും. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗം എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അയാൾ പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഒച്ചയെടുക്കുകയും അയാളോട് കയർക്കുകയും അയാളെ വല്ലാത്ത പ്രശ്നത്തിലാക്കുകയും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെയല്ല, മദ്യാസക്തർ ഒരിക്കലും വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക്, ഒരിക്കൽ മദ്യാസക്തനായി തീർന്നവൻ ആജീവനാന്ത മദ്യാസക്തനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിച്ചു കുടിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു തർക്കം ഉടലെടുക്കും അല്ലേ? പലപ്പോഴും ഗ്രൂപ്പിലൊക്കെ ഇതിനെ പറ്റിയൊക്കെ പലപ്പോഴും നമുക്ക് ചില ഷെയറിങ്ങിലൊക്കെ പലപ്പോഴും ചോദ്യം ചോദിച്ചാൽ എനിക്ക് നിയന്ത്രിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ലാതെ പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കറായിട്ടുള്ള ആളുകളൊക്കെ അത് ഒരു ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ അയാളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ ഇറിറ്റേറ്റഡ് ആവാണ്ട്, എന്താ അത് പറഞ്ഞത്, അങ്ങനെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആൽക്കഹോളിക്കിനെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിച്ചേക്കാം എന്ന് പറയുന്നത്. നിർബന്ധമായും 20 നിർബന്ധമായ അയാളോട് പറയുക, അയാൾ കടുത്ത രീതിയിൽ കുടിയിൽ മുഴുകുകയാണെങ്കിൽ അയാൾക്ക് തന്നെത്താൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ലെന്ന് പറയണം. അതായത് അയാൾക്ക് ഇപ്പോൾ പറയാം ഭയങ്കര കുടിയനാണ് എങ്കിൽ, കടുത്ത രീതി കുടിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് തന്നെത്താൻ നിയന്ത്രിക്കാൻ സാധിക്കില്ല, കരകയറാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്, ആൽക്കഹോളിസം എന്ന കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിൽ വന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുക. പിന്നെ 21 ഓരോ രോഗവും മാരകമായ ദുരിതമാണ്, അമിത മദ്യപാന രോഗം എന്തെന്ന് അയാളോട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഓരോ രോഗവും നമുക്കറിയാം, മദ്യാസക്ത രോഗം അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു മാരകമായ രോഗമാണ്. ഈ രോഗത്തെക്കുറിച്ച് അയാളോട് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ദുരിതം, നമ്മൾ ജയിലിൽ പോയിട്ടുണ്ടാകാം, ഒരുപക്ഷെ നമ്മുടെ ലൈസൻസ് പോയിട്ടുണ്ടാകാം, നമ്മുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, നമ്മൾ അപമാനിക്കപ്പെട്ട പലരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടാകാം, നമ്മളുടെ ബന്ധങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ സഹോദരന്മാർ, അമ്മ, അപ്പൻ, നമ്മുടെ അയൽവക്കക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, കൂട്ടുകാർ, കൂടെ പഠിച്ച കുട്ടികൾ, അവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടും. അപ്പം അതിൻ്റെ ഒരു നേർചിത്രം തീർച്ചയായും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമ്മളൊരു ചികിത്സാലയത്തിൻ്റെ ഏജന്റാണ് അല്ലെങ്കിൽ നമ്മളൊരു ചികിത്സാലയത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് തോന്നൽ വരത്തക്ക രീതിയിൽ പെരുമാറാതെ ഇരിക്കുന്നതാകും നമ്മൾക്ക് അയാളെ രക്ഷിച്ചെടുക്കാനായിട്ട് ഏറ്റവും പ്രധാനം. ആൽക്കഹോളിക് സർവീസിലൊക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെ അല്ല അയാൾ ആൽക്കഹോളിക്കാണ്, പുറത്തു നിൽക്കുന്ന ഒരാളാണ്, എയെക്കുറിച്ച് അറിയത്തില്ല, എയിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ
ചികിത്സാലയത്തിൽ നിന്നൊക്കെയാണ് കൂടുതൽ മെയിലൊക്കെ വരുന്നത് എങ്കിൽ പോലും നമ്മളൊരു റെപ്രസെൻറ്റേറ്റീവ്, ആ ഒരു ചികിത്സാലയത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പെരുമാറാതിരിക്കുന്നതും, ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗം എന്ന രീതിയിലാണ് എങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ അയാളോട് പെരുമാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണാപരമായിട്ടുള്ള വരുത്താനും പിന്നീട് അയാൾ വരാതിരിക്കാനും അല്ലെങ്കിൽ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മൾ പെരുമാറിയാൽ. ഓക്കെ, അടുത്തത് 39. അയാളെ സഹായിക്കുന്ന സംരംഭത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്നും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ നിങ്ങളെ എങ്ങനെ നേരെ ചൊവ്വയാക്കിയെന്നും നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെ നടത്തിയെന്നും അയാൾക്ക് വിശദീകരിക്കുക. ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക. അതായത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്, അത് പ്രധാനമായിട്ടും എൻ്റെ കൂടി സ്വബോധാവസ്ഥയെ സഹായിക്കാനാണ് എന്നാണ് ഞാൻ അവിടെ പറയേണ്ടത്. അല്ലാതെ ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നതാണ് എന്നല്ല. ഞാൻ ഈ സന്ദേശം കൊടുക്കുന്നത് എൻ്റെ തന്നെ സുബോധാവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കാലത്തിലെ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ നേരെയാക്കി, എനിക്ക് ജോലി ഒരു 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 ജീവിത ശൈലി ഉണ്ടായിരുന്നില്ല, ഒരു പ്രത്യേകതരം ജീവിതമായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ളൊരു ജോലി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിന് ശേഷം ഞാൻ എങ്ങനെ അതൊക്കെ നേരെയാക്കി, എൻ്റെ കുടുംബജീവിതത്തിൽ എങ്ങനെ നേരെയാക്കി, എൻ്റെ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ എങ്ങനെ നേരെ ചൊവ്വയാക്കി എന്നൊക്കെ അയാളെക്കുറിച്ച് പറയാം. അതെനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ, ഇന്നത്തെ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ അയാളോട് പറയാം. പിന്നെ ഒരു കർമ്മ പദ്ധതി അയാളോടൊപ്പം ചേർന്ന് നടത്താം. ഓക്കെ, 40. അയാളിലേക്ക് ഇത് എത്തിക്കുന്നത് നിങ്ങളുടെ തന്നെ രോഗവിമോചനത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അയാൾ സ്വയം ബോധ്യപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അയാളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതലായി അയാൾ നിങ്ങളെ സഹായിച്ചേക്കാം. അതെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആദ്യമേ തന്നെ 39ാമത്തെ ചോദ്യത്തിന് ഉത്തരവായിട്ട് അത് പറഞ്ഞു. കാരണം അയാളിലേക്ക് ഇത് എത്തിക്കുന്നത് നമ്മുടെ തന്നെ രോഗവിമോചനത്തിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അയാൾ സ്വയം ബോധ്യപ്പെടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അയാളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ ആൽക്കഹോളിക്ക് എന്നെ സഹായിക്കുന്നുണ്ട് എന്നാണ് കൂടുതൽ, ഒരു പക്ഷേ അതിൽ കൂടുതൽ സഹായിക്കുകയും ചെയ്തേക്കാം എന്ന് പറയുന്നു. 41. അയാൾക്ക് നിങ്ങളോട് യാതൊരുവിധ കടപ്പാടുകളുമില്ലെന്നും അയാളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ള അമിത മദ്യപാന രോഗികളെ സഹായിക്കുവാൻ അയാൾ ശ്രമിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും വ്യക്തമാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അയാൾക്ക് നിങ്ങളോട് യാതൊരുവിധ കടപ്പാടുമില്ല. നമ്മൾ പറയാണ്ട് നമ്മുടെ കടപ്പാട് മുന്നോട്ടാണ് പോകേണ്ടത്, പിന്നോട്ടല്ല എന്നൊക്കെ ഹാസ്ബിൾ സീസിറ്റിൽ എഴുതിയിട്ടുണ്ടല്ലേ. എനിക്ക് സന്ദേശം നൽകിയ ആളോടേക്കാളും കൂടുതൽ ഞാൻ ഇനി അടുത്ത ആൾക്ക് സന്ദേശം കൊടുക്കുന്ന ആളോടാണ് എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തേണ്ടത്. അപ്പം അത് അയാളോട് പറയണം. നമ്മളുമായിട്ട് യാതൊരുവിധ കടപ്പാടുമില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ മറ്റുള്ള അമിത മദ്യാസക്തരെ അല്ലെങ്കിൽ മദ്യപാന രോഗികളെ സഹായിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമെന്നുള്ള പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ എന്ന് അയാളോട് പറയണം. ഓക്കെ, 42. തൻ്റെ തന്നെ ക്ഷേമത്തെക്കാൾ മുമ്പിലായി തൽസ്ഥാനത്ത് മറ്റുള്ള ആളുകളുടെ ക്ഷേമം അഭിലഷിക്കുന്നത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അയാളോട് നിർദ്ദേശിക്കാം. ഒരിക്കൽ നമ്മുടെ തന്നെ മാത്രം അല്ലെങ്കിൽ മീ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനോഭാവത്തിൽ നടന്നിരുന്ന നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കുകയും അങ്ങനെ നടത്തുന്നതാണ് എന്ന് അങ്ങനെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ക്ഷേമം അഭിലഷിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അയാളോട് നിർദ്ദേശിക്കുക. 43. അയാൾ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയനല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുക. അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ വീണ്ടും നിങ്ങളെ കാണേണ്ടതില്ലെന്നും അയാളെ ധരിപ്പിക്കുക. അതായത് അയാൾ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയനല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുക. അയാൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അയാളെ കാണേണ്ടതില്ല എന്ന് അയാളെ ധരിപ്പിക്കുക. അയാൾ നിങ്ങളെ കാണൽ അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. കാരണം നിങ്ങൾ അയാളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അയാൾ പറഞ്ഞേക്കാം ഇനി എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല, ഞാൻ ഇനി നിങ്ങൾ എന്നെ കാണാൻ വരണ്ട എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അങ്ങനെയൊക്കെ സൂചിപ്പിച്ചാൽ പോലും നമ്മൾ വിഷമിക്കേണ്ടതില്ല. കാരണം നമ്മൾ അയാൾക്ക് ഓൾറെഡി സഹായം എത്തിച്ചിട്ടുണ്ട്. അയാൾക്ക് നമ്മുടെ നമ്പർ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ വീട് അറിയാം, അല്ലെങ്കിൽ നമ്മളെ അറിയാം. അപ്പോൾ എപ്പോഴെങ്കിലും അയാൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ അയാൾ വിളിക്കണം. വിളിച്ചോളും. അതിനൊരു വിഷമം പിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയില്ല എന്ന് അവിടെ പറയുന്നു.
നിങ്ങളുടെ സംസാരം 45 നിങ്ങളുടെ സംസാരം ബോധപൂർവവും ശാന്തവും പൂർണ്ണമായും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ളതായിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അമിത മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിൽ നിന്ന് അയാളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകാം. ഇതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. എത്രമാത്രം ആശയറ്റവനായി തോന്നുവോ അത്രയ്ക്ക് നല്ലതാണ്. അയാൾ നിങ്ങളുടെ നിർദ്ദേശം പിന്തുടരുക എന്നുള്ളതിനാണ് സാധ്യത കൂടുതൽ. ഇപ്പൊ നമ്മൾ കുറെ ബോധപൂർവമായിട്ട് ശാന്തമായിട്ടൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു. അമിത മദ്യാസക്തി എന്ന പ്രശ്നത്തിൽ നിന്ന് അപ്പൊ അയാൾക്കൊരു അമിതമായിട്ടുള്ള ആസക്തി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ ചിലപ്പോൾ ഒരു ചെറിയ പ്രയാസമൊക്കെ പെടുത്തുന്നുണ്ടാവും. പക്ഷെ അത് നല്ലതാണ്. അയാൾ എത്രമാത്രം താഴ്ന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അടിത്തട്ട് പറ്റിയിട്ടുണ്ട് എന്ന് അയാൾക്ക് തോന്നുന്നതാണ് കൂടുതൽ നല്ലത്. കയറി വരാം. ആശയേറ്റവനായി തീർന്നാൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം അയാൾക്ക് ഉണ്ടായാൽ പോലും അത് നല്ലത് തന്നെയാണ്. അയാൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക എന്നുള്ളതാണ് സാധ്യത. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ആശയറ്റവനായി തീരുന്നു എന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ അയാൾ പിന്തുടർന്നേക്കാം. 46. എയുടെ മുഴുവൻ പരിപാടിയും പിന്തുടരേണ്ട ആവശ്യമില്ലെന്ന് അയാൾ നിങ്ങളോട് കാരണസഹിതം വിവരിച്ചേക്കാം. മറ്റുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ചെയ്യേണ്ട വീട് വൃത്തിയാക്കൽ, പ്രത്യേകിച്ച് കർശനമായ മനസ്സ് ശുദ്ധീകരിക്കൽ എന്ന ആശയത്തെക്കുറിച്ചുള്ള ചിന്തയോട് തന്നെ അയാൾ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. അയാളുടെ അത്ര വീക്ഷണങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുക. അയാൾക്ക് തോന്നിയിരുന്നതുപോലെ നിങ്ങൾക്കും തോന്നിയിരുന്നതായി സമ്മതിക്കുക. അതായത് നമ്മൾ ആൽക്കഹോളിക് അനോണിമസിന്റെ പരിപാടികളൊക്കെ പറയുന്നു. അപ്പോൾ നമ്മൾ അയാളോട് നമുക്കറിയാം, ആദ്യമേ നമ്മൾ പറയുന്നത് എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ 5-ാം പടിയൊക്കെ അയാളോട് പറയുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ വേറൊരു ആളോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ അയാളോട് മറ്റൊരാളുമായിട്ട് ഞാൻ എന്തുകൊണ്ട് ചർച്ച ചെയ്യണം? അല്ലെങ്കിൽ കർശനമായ മനസ്സ് ശുദ്ധിയാക്കൽ എന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലീൻ ഹൗസ് അല്ലെങ്കിൽ വീട് വൃത്തിയാക്കൽ എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ചൊക്കെ അയാൾ വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. പക്ഷെ അത്തരം വീക്ഷണങ്ങളോട് നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കരുത്. കാരണം എനിക്കറിയാം, എൻ്റെ 2-3 മാസങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ 5-ാം പടി ചെയ്യാനായിട്ട് ഞാൻ വളരെയധികം മടിച്ചിരുന്നവൻ തന്നെയാണ്. അപ്പം നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടെന്ന് അയാളോട് സമ്മതിക്കുക. 47. പക്ഷേ വേണ്ടത്ര നടപടികൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നെന്നും അയാളെ ധരിപ്പിക്കുക. അതായത് ഈ 5-ാം പടിയും 6-ാം പടിയും അല്ലെങ്കിൽ 1 മുതൽ 12 വരെയുള്ള പടികൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അയാളോട് നമ്മൾ പറയേണ്ടതാണ്. 48. നിങ്ങളുടെ ആദ്യ സന്ദർശനത്തിന് അനോണിമസ് കൂട്ടായ്മയെക്കുറിച്ച് അയാളോട് പറയണം. അപ്പം നമ്മൾ ആദ്യ സന്ദർശനം തന്നെ ആൽക്കഹോളിക് അനോണിമസ് ആയ നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് അയാളോട് പറയണം. 49. അയാൾ എന്തെങ്കിലും താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി നൽകുക. അപ്പം നമുക്ക് ഈ ആൽക്കഹോളിക് അനോണിമസ് കൂട്ടായ്മയെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, നമ്മുടെ ഈ നാട്ടിലുണ്ട്, സിറ്റിയിലുണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ അയാളോട് പറയുമ്പോൾ അയാൾ ആ കൂട്ടായ്മയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു പുസ്തകം അയാൾക്ക് ഒരു കോപ്പി നൽകണം. 50. അയാളെക്കുറിച്ച് തന്നെ വീണ്ടും സംസാരിക്കുവാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ ആ ആളെ സംബന്ധിച്ച് സമയം പാഴാക്കാതിരിക്കുക, ആലോചിക്കുന്നതിനായി അയാൾക്ക് അവസരം കൊടുക്കുക. അതായത് അയാൾ വീണ്ടും അയാളെക്കുറിച്ചുള്ള ഈ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ മദ്യാസക്തിയെക്കുറിച്ചോ മദ്യപാനത്തെക്കുറിച്ചോ ലക്ഷണങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അയാളെ സന്ദർശിച്ച് നമ്മൾ നമ്മുടെ സമയം പാഴാക്കരുത്. വീണ്ടും അയാൾക്ക് ആലോചിക്കാൻ സമയം നൽകിക്കൊണ്ട് നമ്മൾ അവിടെ നിന്ന് പിൻവലിക്കുക, നമ്മുടെ സമയം പാഴാക്കാതിരിക്കുക. 51. സംസാരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് സംഭാഷണം തിരിച്ചുവിടാൻ അനുവദിക്കുക. ഇനിയിപ്പോൾ അയാൾ നമ്മളോട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ്, നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അയാൾ പറയുന്ന ദിശയിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടമുള്ള ദിശയിലേക്ക് സംഭാഷണം തിരിച്ചുവിടണം. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് കയറി പറഞ്ഞ് നമ്മുടെ ദിശയിലേക്ക് സംഭാഷണത്തെ വലിച്ചു കൊണ്ടുവരരുത്. അയാൾ കുടിച്ച കാര്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അയാളുടെ വൈഫ് കാരണമാണ് ഞാൻ കുടിച്ചത്, അല്ലെങ്കിൽ ജോലി പ്രശ്നമായതുകൊണ്ടാണ് കുടിക്കുന്നത് എന്നൊക്കെ ഒരു പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറയാതെ വളരെ സാവധാനം അയാൾക്ക് പറയാനും ഒക്കെയുള്ള സംഭാഷണം നടത്താനുള്ള ഒരു അവസരം നമ്മൾ അനുവദിക്കുക. അയാൾക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് അയാൾ സംഭാഷണം ചെയ്യട്ടെ. 52. ചിലപ്പോൾ ഒരു പുതിയ മനുഷ്യന് വളരെയേറെ മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടായിരിക്കുകയും അങ്ങനെ ചെയ്യുന്നതിന് അയാളെ അനുവദിക്കുവാൻ നിങ്ങൾക്ക് പ്രചോദനമുണ്ടാകുകയും ചെയ്യാം. ചിലപ്പോൾ ഇത് തെറ്റാകാറുണ്ട്. ചിലപ്പോൾ ഒരു പുതിയ മനുഷ്യൻ നമ്മൾ കിട്ടി, നമുക്ക് അയാളെ കുറേ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ അയാൾക്കൊരു സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മളിങ്ങനെ വല്ലാതെ പ്രചോദിപ്പിക്കാൻ തയ്യാറായ ചിലപ്പോൾ അത് തെറ്റായി മാറാറുണ്ട്. ചില ആളുകളുടെ ഇടയിൽ തന്നെ നമ്മളെപ്പോഴും ഫോൺ വിളിക്കുകയും അവരോട് മെസ്സേജൊക്കെ അയക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ വരും, ചില ആളുകൾക്ക് അത് നന്നായിട്ട് തോന്നുകയും ചെയ്യും. 53. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിവർത്തനത്തിനോ ഉഗ്രസമരത്തിനോ ആശിക്കുന്ന ആളാണ് എന്നത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കരുത്തോളം കാലം അമിത മദ്യപാന രോഗികളോട് നിങ്ങൾ വളരെയേറെ വിജയിക്കും. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്തെങ്കിലും ഒരു പരിവർത്തനം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരിവർത്തനത്തിനോ അല്ലെങ്കിൽ ഉഗ്രസമരത്തിനോ ആശിക്കുന്ന ആളല്ല നമ്മൾ.
നമ്മൾ അത് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാത്തുള്ള കാലം അമിത മദ്യപാന രോഗികളോട് നമ്മൾ വളരെയേറെ വിജയിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നമ്മുടെ സംസാരം, ഇതൊക്കെ മറ്റൊരു ആൽക്കഹോളിക്കിന് കൂടുതൽ കൂടുതൽ നമ്മളിൽ അയാൾക്ക് ശരിയാണെന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള ധാരണയും അയാൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അയാളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നതും ആത്മീയ കാര്യങ്ങളിൽ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നതുമാണ് പ്രധാന കാര്യങ്ങൾ. അപ്പം അയാൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് ധാരണയുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൽക്കഹോളിസം അനോണിമസിൽ ഞാനൊരു കൂട്ടുകാരൻ എൻ്റെ UK വെച്ച് ഒരാളെന്നെ വന്ന് ചോദിച്ചു, നീ എങ്ങനെയാണ് കുടി നിർത്തിയെന്ന് ചോദിച്ചു. അയാൾ ഞാൻ മീറ്റിങ്ങിന് കൊണ്ടുപോയി കുറേ കാലം അയാൾ കുടി നിർത്തി. പക്ഷേ അയാൾ പിന്നീട് ഒരു ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫെലോഷിപ്പിൽ പോവുകയും ഇപ്പോൾ കുടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഈ ആത്മീയ കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അയാളോട് പറയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറൊരു ദൈവത്തെയാണ് അയാൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അയാളുടെ പോലെയല്ല, ഞാൻ വേറൊരു നല്ല രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അയാൾക്കുള്ളതെങ്കിലും ഇനി നമുക്ക് തെറ്റായിട്ട് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നുവെങ്കിലും ആ ആത്മീയതയെ നമ്മൾ വിട്ടുകൊടുക്കണം. അയാൾ അതനുസരിച്ച് അയാളുടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ധാരണയിൽ അയാൾ അത് തിരഞ്ഞെടുക്കട്ടെ എന്ന് വിചാരിക്കണമെന്ന് ആ ഭാഗത്ത് പറയുന്നു. 32 അങ്ങനെയുള്ള ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ദൈനംദിന ഭാഷയിൽ നിങ്ങൾ വിവരിക്കേണ്ടതാണ് നല്ലത്. അതായത് നമുക്ക് ദിവസം തോറും നമുക്ക് ഉള്ള നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന ഭാഷകൾ ഉപയോഗിക്കുക. കടികട്ടിയായിട്ടുള്ള ആത്മീയ പരിപാടികളൊന്നും പെട്ടെന്ന് തന്നെ അയാളോട് പറയാതെ നിസ്സാരമായിട്ടുള്ള നല്ല രീതിയിൽ ജീവിക്കുകയാണ്. നന്മ ചെയ്താലുകൾ നമുക്ക് നുണ പറയാതിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, കുടുംബത്തിൽ കൂടുതൽ നന്നായി പെരുമാറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി 33 ചില മതാധിഷ്ഠിത പദങ്ങളോ ധാരണകളോ അയാൾക്കുള്ള അകാരണമായ മുൻവിധികളെ ഉദ്ദീപിച്ചുകൊണ്ട് ചില മതാധിഷ്ഠിത പദങ്ങളെ അല്ലെങ്കിൽ അയാളുടെ ധാരണകളെ അയാൾക്കുള്ള അകാരണമായ മുൻവിധികളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം മേൽ പറഞ്ഞവയെക്കുറിച്ചൊക്കെ അയാൾ നേരത്തെ തന്നെ ചിന്താക്കുഴപ്പത്തിൽ ഏർപ്പെട്ടേക്കാം. നമ്മൾ പറയണം, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയാണ് ഹല്ലേലൂയ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചു നമ്മൾ പറയാം ഹല്ലേലൂയ. അപ്പോൾ അതൊരു മതാധിഷ്ഠിത പദമാണ്. അല്ലെങ്കിൽ പാപങ്ങൾ, ചിലപ്പോൾ പാപങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും പറയാറുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു മതാധിഷ്ഠിത പദമായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അതുപോലെയുള്ള ചില പദങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അയാൾക്കൊരു പക്ഷേ ചില മുൻവിധികളൊക്കെ ഉണ്ടാകാം. നമുക്ക് സ്തോത്രം എന്ന് പറയുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾക്ക് ആകെപ്പാടെ സംശയത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ വീണ്ടും ചിന്താക്കുഴപ്പത്തിൽ ഏർപ്പെട്ടേക്കാം. അതുകൊണ്ട് അത്തരം വാക്കുകൾ അത് ഉദ്ദീപിപ്പിക്കുന്ന, അയാളുടെ അകാരണമായ മുൻവിധികളെ ഉദ്ദീപിപ്പിക്കുന്ന, ഇത് മോശം വാക്കുകളാണെന്നല്ല അവിടെ പറയുന്നത്. ഇത്തരം പദങ്ങൾ ഒരു പക്ഷേ അല്ലെങ്കിൽ അയാൾക്കുള്ള ധാരണകൾ മോശമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ചില മുൻവിധികൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് അത് ഉദ്ദീപിപ്പിക്കുന്ന തരത്തിൽ ഈ വാക്കുകളായി പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് അവിടെ ആ വാക്കുകൾ പറഞ്ഞത്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം മേൽപ്പറഞ്ഞവയൊക്കെ അയാൾ നേരത്തെ തന്നെ ചിന്താക്കുഴപ്പത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയും കിട്ടുന്നില്ല. ഓക്കെ. 34 നിങ്ങളുടെ ദൃഢവിശ്വാസങ്ങൾ എന്ത് തന്നെയായാലും മാത്രം തർക്ക വിഷയങ്ങളിൽ കുത്തിപ്പോക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് ദൃഢവിശ്വാസങ്ങളുണ്ടാവും അല്ലേ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങനെയാണ്, ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ ദൃഢവിശ്വാസങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇത് മരിച്ചു കഴിയുമ്പോൾ നരകത്തിൽ പോകും, മറ്റേ തിളയ്ക്കുന്ന എണ്ണയിലൊഴിയുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ധാരണകൾ എനിക്ക് ഉണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അപ്പോൾ ആ ദൃഢവിശ്വാസങ്ങൾ എന്ത് തന്നെയായാലും അത്തരം തർക്ക വിഷയങ്ങളിൽ കൊത്തിപ്പൊക്കരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. 35 നിങ്ങൾ മതത്തെക്കുറിച്ച് ശിക്ഷണം നൽകാനല്ല അവിടെ എത്തിയിരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കണം. അതായത് ഒരു മതത്തെക്കുറിച്ച് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ശിക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു അധ്യാപകനായിട്ടല്ല നമ്മൾ അവിടെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ മതത്തെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുന്നതാകാം കൂടുതൽ നല്ലത്. 36 നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതലായി അതിനെക്കുറിച്ചൊക്കെ അയാൾക്ക് അറിയാമായിരിക്കുമെന്ന് തന്നെ സംഭവിക്കുക. അപ്പം നമുക്ക് ഇത്തരം മതത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് അയാൾക്കറിയായിരിക്കാം. നമ്മളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമോ നമ്മളൊക്കെ കൂടുതൽ ജീവിതത്തിൽ കൂടുതൽ കാലം ജീവിച്ച ആളോ നമ്മളെക്കാൾ പ്രായം കൂടുതലുണ്ടെങ്കിൽ അത് നമ്മളെക്കാൾ കൂടുതൽ കാലം ഇത്തരം കാര്യങ്ങൾ ലോകം മുഴുവനൊക്കെ സഞ്ചരിച്ച ആളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത തർക്കത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ദൃഢവിശ്വാസങ്ങൾ ഉറപ്പിച്ചു നിന്നുകൊണ്ട് ഇക്കാര്യത്തിലൊരു പ്രയോജനം കിട്ടുകയില്ല. 36 നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതലായി അതിനെക്കുറിച്ചൊക്കെ അയാൾക്ക് അറിയാമെന്ന് തുറന്നു മനസ്സിലാക്കാം. 37 അയാളുടെ വിശ്വാസമോ അറിവോ അത്ര തന്നെ അഗാധമാണ്. എന്നിരുന്നാലും അത് പ്രയോഗത്തിൽ വരുത്തുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യത്തിലേക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ കുടിക്കുമായിരുന്ന അവസ്ഥയിലേക്കും അയാളുടെ ശ്രദ്ധ തിരിക്കാം. അത് വെറുതെ ഒരു ശ്രദ്ധ തിരിക്കൽ മാത്രമായിരിക്കണം. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങനെയൊന്നും കുടി നിർത്താൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം അറിവുണ്ടായിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കടികട്ടിയായിട്ടുള്ളൊരു തീരുമാനങ്ങളോ വർത്തമാനങ്ങളോ ഒന്നും പറയാതെ പക്ഷേ നമ്മളിതെല്ലാം നമുക്ക് പറയാം, നമ്മളെല്ലാം ഇത് വിശ്വസിച്ചിരുന്നു, നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം പോയിരുന്നു, പക്ഷെ എന്നിട്ടും കുടിച്ചു പോയി എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ അയാളുടെ ശ്രദ്ധ നമ്മളുടെ അതിലേക്ക് വരുമായിരിക്കും. 38 എന്തെങ്കിലും പ്രത്യേക വിശ്വാസത്തെയോ വിഭാഗത്തെയോ ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. മിക്കവാറും എല്ലാ വിഭാഗങ്ങളും ബാധകമായ ചില പൊതു തത്വങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് പ്രതിപാദിക്കുന്നുള്ളൂ. ശരിയാണ്. അതായത് നമുക്കൊരു പ്രത്യേക വിശ്വാസത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തെയോ നമ്മൾ പ്രതിനിധീകരിക്കുന്നില്ല. മിക്കവാറും എല്ലാ വിഭാഗങ്ങളും ബാധകമായ ചില പൊതു തത്വങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾ പ്രതിപാദിക്കുന്നുള്ളൂ. അതായത് ആൽക്കോളിസമിന്റെ ബുക്ക് തന്നെ പലപ്പോഴും നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്, അനേകം മതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് കൂടിച്ചേർന്നതാണ് നമ്മുടെ ബുക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ പ്രതിനിധിയായിട്ടല്ല നമ്മൾ പോയിക്കുന്നത്. ഇതെല്ലാ കാര്യത്തിലും വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചികിത്സാലയം നമുക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട്, ആ ഒരു ചികിത്സാലയത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോലും നമ്മൾ അവിടെ പോകരുത്. അവർക്ക് നമ്മൾ ചികിത്സാലയം ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതില്ല. അവർ നമ്മളോട് ചോദിക്കുകയാണ് അവിടെ എവിടെയെങ്കിലും ഒരു ചികിത്സാലയം ഉണ്ടോ, എനിക്ക് പരിചയമുള്ള ചികിത്സാലയം ഉണ്ട്, നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ മറ്റൊരു ചികിത്സാലയത്തിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇഷ്ടംപോലെ ചികിത്സാലയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതാകും ആ സന്ദർഭത്തിൽ ഉചിതം. ഇത് നമ്മളെക്കുറിച്ച് അയാൾ തൊട്ടു മുമ്പിലുള്ള ചോദ്യത്തിൽ നമ്മൾ കണ്ടു, നമ്മളിങ്ങനെ മതപരിവർത്തനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യത്തിൽ ഉഗ്രസമരത്തിനോ ആശ്രയിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നില്ല. അപ്പൊ 54ാമത്തെ ചോദ്യം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ്. ഏതെങ്കിലും ധാർമ്മികതയുടെയോ ആത്മീയതയുടെ മേൽത്തട്ടിലിരുന്ന ഒരു അമിത മദ്യപാന രോഗിയോട് ഒരിക്കലും സംസാരിക്കരുത്. തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ കാണുന്ന ആള് ദീർഘകാലം കൂടി നിർത്താത്ത ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ ഇപ്പോഴും സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക് ആണ്. അപ്പം അയാളെ ധാർമ്മികതയുടെയോ ഒരു ആത്മീയതയുടെയോ മേൽത്തട്ടിലിരുന്നുകൊണ്ട് അയാളോട് സംസാരിക്കരുത്. 55 ആത്മീയതയുടെ ഉപകരണങ്ങൾ അടങ്ങിയ സഞ്ചി അയാൾക്ക് പരിശോധനയ്ക്കായി മുൻപിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ 12 പടികളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാകും കൂടുതൽ ഉചിതം. അങ്ങനെ അയാളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കാം. 56 സൗഹൃദവും കൂട്ടായ്മയും വാഗ്ദാനം ചെയ്യുക. നമുക്കറിയാം ആൽക്കോളിക്സ് അനോണിമസിന്റെ സൗഹൃദവും കൂട്ടായ്മയാണ്, പുതിയ ചങ്ങാതിക്കൂട്ടം ആണ് ഇതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അയാൾക്ക് അയാളോട് പറയുക, അയാൾക്ക് വാഗ്ദാനം ചെയ്യുക, നമ്പറുകൾ കൊടുക്കുക. പിന്നെ 57 അയാൾക്ക് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ തയ്യാറാണെന്ന് അയാളോട് പറയാം. അയാൾക്കിപ്പോൾ മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടണം, അയാൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ സഹായം അവന് വേണം. എന്നായാൽ അയാളെ ഞാൻ മീറ്റിങ്ങിന്റെ സമയത്ത് നിന്നെ വന്ന് വിളിച്ചുകൊണ്ട് പൊക്കോളാം, കൊണ്ടും തിരിച്ചുകൊണ്ട് നാക്കാം എന്നൊക്കെ ഉള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുക. 58 നിങ്ങളുടെ പ്രശ്ന പരിഹാര മാർഗത്തോട് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ, അഥവാ അയാളുടെ പണസംബന്ധമായ ബുദ്ധിമുട്ട് സമയത്ത് ഒരു ബാങ്കറുമായും അയാളുടെ കുടിച്ചു കൂത്തായിട്ടുള്ള ഒരു നേഴ്സായും നിങ്ങൾ പ്രവർത്തിക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ മനസ്സ് മാറുന്നവരെ അയാളെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. കൂടുതൽ സ്വയം ദ്രോഹം ചെയ്തു കഴിയുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം. അതായത് നമ്മുടെ പ്രശ്ന പരിഹാര മാർഗത്തോട് അയാൾക്ക് യാതൊരു താല്പര്യമില്ല, എന്നാൽ അയാൾക്ക് കുടിക്കാനായിട്ട് പണം ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് അയാളെ ശുശ്രൂഷിക്കാനായിട്ടുള്ള നേഴ്സായിട്ട് മാറാനൊക്കെ ആയിട്ടാണ് അയാൾ ശ്രമിക്കുന്നതെങ്കിൽ അയാൾ മനസ്സാ മാറുന്നത് വരെ അയാളെ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് ആ സ്റ്റേറ്റ്മെന്റ് പറയാം. 59 അയാൾ ആത്മാർത്ഥമായ താല്പര്യമുള്ളവനും വീണ്ടും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം ഇടവേളകളിൽ വായിക്കുവാൻ അയാളോട് പറയുക. അപ്രകാരം ചെയ്തതിനു ശേഷം ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് അയാൾ തന്നെ തീരുമാനിക്കണം. അതായത് ആൽക്കോളിസമിന്റെ ബുക്ക് അയാൾക്ക് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പം അയാൾ ആത്മാർത്ഥമായിട്ട് ഈ കുടിയിൽ നിന്ന് മാറണം, വീണ്ടും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഈ പുസ്തകം ഇടവേളകളിൽ വായിക്കാൻ പറഞ്ഞാൽ മതി. 60 അയാൾ നിങ്ങളാലോ അയാളുടെ സുഹൃത്തുക്കളാലോ ഭാര്യയാലോ തള്ളി ഇറക്കപ്പെടുകയോ ധൃതിപൂർവ്വം നിർബന്ധിക്കപ്പെടുകയോ ചെയ്യരുത്. അയാൾക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉള്ളിൽ നിന്ന് തന്നെ വരണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യക്തി ഒരാളിൽ നിന്ന് തള്ളിയിറക്കപ്പെടുന്ന ഒരാൾ, അതായത് സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടോ ഭാര്യ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും ആളുകൾ പറഞ്ഞതുകൊണ്ട് ധൃതിപൂർവ്വം ഇതിനകത്തേക്ക് ഇറക്കപ്പെടുന്ന അയാൾക്ക് സ്വയം ദൈവത്തെ കാണണം അല്ലെങ്കിൽ ഈ പ്രവരം ചെയ്യണം എന്നുള്ള ആഗ്രഹം
ഉണ്ടെങ്കിൽ അതിനുള്ള ആഗ്രഹം ഉള്ളിൽ നിന്ന് തന്നെ വരണം. 61, ഈ കാര്യം വേറെ രീതിയിൽ ചെയ്യുവാൻ അയാൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതല്ല മറ്റെന്തെങ്കിലും ആത്മീയമായ സമീപനം അയാൾ അഭിലഷിക്കുന്നുവെങ്കിൽ അയാളുടെ തന്നെ മനസ്സിനെ പിന്തുടരാൻ അയാളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു കുത്തകയൊന്നുമില്ല. ഇനിയിപ്പോൾ അയാൾ ഒരു വലിയ മറ്റൊരു ഏതെങ്കിലും നമുക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ വന്നതിന് ശേഷം മറ്റു പല പരിപാടികളിലേക്കൊക്കെ പോകുന്നവർ, അതായത് ശ്രീ രവിശങ്കറിൻ്റെ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരുപാട് ആത്മീയ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് അയാൾ പോവുകയാണെങ്കിൽ തീർച്ചയായും അയാൾ അതാണ് അഭിലഷിക്കുന്നത്. അയാളുടെ മനസ്സാക്ഷി പിന്തുടരാൻ അയാളെ അനുവദിക്കണം. കാരണം നമുക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ കുത്തകയൊന്നുമില്ല. 62, അമിത മദ്യപാന രോഗിയായ ഞങ്ങൾക്ക് പലതും പൊതുവായി ഉള്ളതും ഏത് സ്ഥിതിയിലും സൗഹൃദവും വർദ്ധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അമിത മദ്യപാന രോഗികളായ നമുക്കുള്ളതെല്ലാം പൊതുവായാണ്. ഏത് സ്ഥിതിയിലും സൗഹൃദ ബന്ധം പുലർത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അയാളോട് പറയണം. 63, നിങ്ങൾ രക്ഷിക്കത്തെ ആൾ പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല എങ്കിൽ നിരുത്സാഹം തോന്നുന്നത് മറ്റൊരു മദ്യപാന രോഗിയെ കണ്ടെത്തി വീണ്ടും ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ കണ്ടെത്തിയ രോഗി, അയാളായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, അയാൾക്ക് യാതൊരുവിധ പ്രതികരണം ഇല്ലെങ്കിൽ നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. മറ്റൊരു മദ്യപാന രോഗിയെ കണ്ടെത്തി വീണ്ടും പ്രവർത്തിക്കണം. 64, നിങ്ങൾക്ക് നൽകാനുള്ളത് താല്പര്യപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറുള്ള കൊടും നിരാശ കൊണ്ട് ക്ലേശിക്കുന്ന മറ്റാരെങ്കിലും നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. അതായത് നമുക്ക് ഈ ആൾ നമ്മളെ ഉപേക്ഷിച്ചാലും ഈ മദ്യാസക്തി എന്ന പ്രശ്നം കൊണ്ട് കൊടും നിരാശയിൽ ക്ലേശിക്കുന്ന മറ്റാരെങ്കിലും നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും. 65, നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുകയോ അതിന് കഴിയുകയോ ചെയ്യാത്ത ഒരാളെ പിന്തുടർന്ന് സമയം മെനക്കെടുത്തതിലായിരിക്കുമെന്ന് ഞങ്ങൾ കാണുന്നു. അത് നമുക്കറിയാം. നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളോടൊത്ത് സമയം ചെലവഴിക്കാൻ തയ്യാറാത്ത ഒരാളെ പിന്തുടർന്ന് വെറുതെ സമയം ചെലവഴിക്കലായിരിക്കുമെന്ന് ഞങ്ങൾ കാണുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. വ്യത്യാസത്തിൽ നിന്ന് മാറും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറകെ നടക്കുന്നു. നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കാൻ. ഇനി താഴെ പറയുന്ന കാര്യം അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. 66, ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സമയം ചെലവഴിക്കുന്നത് മറ്റുള്ള അമിത മദ്യപാന രോഗിക്ക് സന്തോഷിക്കാനും ജീവിക്കാനുമുള്ള അവസരം നിഷേധിക്കലാണ്. ഇവിടെ നമ്മളിത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ, അതായത് ഏതെങ്കിലും മദ്യാസക്തി രോഗിയുടെ കാര്യത്തിൽ വളരെയധികം സമയം ചെലവഴിക്കുന്നു. അത് മറ്റുള്ള അമിത മദ്യപാന രോഗിക്ക് സന്തോഷിക്കുവാനും ജീവിക്കുവാനുമുള്ള അവസരം നമ്മളായിട്ട് നിഷേധിക്കലാണ്. അപ്പോൾ ഒരാളുടെ തന്നെ നമ്മളെ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാത്ത ഒരാളുടെ പുറകെ നടന്ന് നമ്മൾ സമയം ചെലവഴിക്കാതെ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സന്തോഷമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാളോടൊപ്പം നടക്കുന്നതായിരിക്കും നമുക്ക് അവരുടെ അവസരം നിഷേധിക്കാൻ നടക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. 67, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ച ആദ്യത്തെ 6 ഡസൻ ആളുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നമ്മുടെ കൂട്ടായ്മയിൽ ബിൽ ഡബ്ല്യുവിൻ്റെ കാര്യമാണ് അവിടെ പറയുക. കാരണം അദ്ദേഹം ആദ്യം സുവിശേഷ പ്രവേശകനെ പോലെ ഒക്കെ സിൽക്കോർത്തിൻ്റെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ 6 ഡസൻ ആളുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ 68, 12 പടികൾ സ്വീകരിക്കാൻ അയാൾ തയ്യാറായാൽ, ഇനി അയാളുടെ കഥ അയാൾ പറയാൻ തീരുമാനമെടുത്താൽ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സദാ ലഭ്യനായിരിക്കുമെന്ന് അയാളെ അറിയിക്കണം. പക്ഷേ ഈ കാര്യത്തിൽ അയാൾ മറ്റൊരാളുമായി ബന്ധപ്പെടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിന് അയാളെ നിർബന്ധിക്കരുത്. അതായത് നമ്മളുടെ ഇത് കഥകളൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളെല്ലാം അയാൾ തീരുമാനമെടുത്തു, നമ്മൾ 12 പടികൾ സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷെ നമ്മളായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അയാൾ അംഗത്തെയോ മറ്റൊരാളെയോ തിരഞ്ഞെടുക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇനി അയാളുടെ കഥ നമ്മളോട് തന്നെ പറയണമെന്ന് നമുക്ക് അയാളോട് നിർബന്ധിക്കാതിരിക്കാം. 69, അയാൾ വീട്ടിലാത്തവനും തകർന്ന അനുഭവമായിരിക്കാം. അങ്ങനെയെങ്കിൽ അയാളെ നമുക്കൊരു ജോലിയൊക്കെ കൊടുത്ത് സഹായിക്കാനൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ അയാൾക്ക് എന്തെങ്കിലും പണമോ ജോലിയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ ചെലവഴിക്കേണ്ട പണമോ അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൽ ചെലവഴിക്കേണ്ട എന്തെങ്കിലും കാര്യത്തിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് നമ്മുടെ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1 to 1 എന്ന് പറയുന്ന കാര്യങ്ങൾ ഇനി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ 1 to 1 എന്നുള്ള ആ ഭാഗം, അതായത് ഒരാൾ മറ്റൊരാളോട് എങ്ങനെ ഷെയർ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഇതോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മൾ ഗ്രൂപ്പ് തെറാപ്പി അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ നമ്മൾ എന്താണ് ഷെയർ ചെയ്യേണ്ടതിനെക്കുറിച്ച് കാണാം. ഗ്രൂപ്പ് തെറാപ്പി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് ഈ ഗ്രൂപ്പ് തെറാപ്പി എന്ന വാക്ക് നമ്മൾ ഈ റിക്കവറിയുടെ മീറ്റിങ്ങിന് പറയുന്ന ഒരു
പറയുന്ന ഒരു പേരാണ് ഗ്രൂപ്പ് തെറാപ്പി. അതായത് ഷെയറിങ് എങ്ങനെയായിരിക്കണം ഗ്രൂപ്പിൽ? തീർച്ചയായും എൻ്റെ അനുഭവങ്ങളിൽ ഉറച്ചു നിൽക്കണം. എൻ്റെ അനുഭവങ്ങൾ പറയാനാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പിൽ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്നവൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇന്നലെ സംസാരിച്ചിട്ട് പോയവൻ്റെ അനുഭവങ്ങളല്ല ഞാൻ പറയേണ്ടത്. പ്രശ്നം പറയുക, കണ്ടെത്തിയ പരിഹാരം പറയുക. എൻ്റെ പ്രശ്നങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയാം. ഞാനിങ്ങനെ ആൽക്കഹോളിക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിന് കണ്ടെത്തിയ പരിഹാരവും പറയാം. പരിഹാരം എന്താണ്? 12 പടികളാണ്. 1 മുതൽ 12 പടികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ചെയ്തു എന്ന് പറയാം. ഇനി ക്രോസ് ഷെയറിങ്. നമുക്കറിയാം എന്താണ് ക്രോസ് ഷെയറിങ്. മറ്റൊരു ആൾ അല്ലെങ്കിൽ അതിനു മുമ്പ് സംസാരിച്ച് നിർത്തിയ ഒരാൾ പറഞ്ഞ കാര്യത്തെ ഖണ്ഡിക്കുകയോ അതിൻ്റെ എതിർ രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ക്രോസ് ഷെയറിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളാരും പണ്ഡിതന്മാരല്ല. നമ്മൾ ഇതിനകത്ത് ആൽക്കഹോളിസം എന്ന കാര്യത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് പോലും പറയുന്നുണ്ട്, ഇത് അനേകം പ്രോഗ്രാമിൽ അല്ലെങ്കിൽ മദ്യാസക്തി നിർത്തുന്നതിനുള്ള അനേകം പദ്ധതികളിൽ ഒരു പദ്ധതി മാത്രമാണ്. ഇത് തന്നെയാണ് 100% സക്സസ് ആയ പദ്ധതി എന്നും നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ എല്ലാം അറിയുന്ന ഒരാളല്ല നമ്മുടെ കോഴ്സ് കൊടുത്തായിട്ടുള്ള ആൽക്കഹോളിക്. അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അയാളുടെ ഒരു ധാരണ വെച്ചിട്ടൊക്കെ സംസാരിക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ അതിനകത്ത് ക്ഷമ കാണിക്കണം. അപ്പോൾ അയാളെ നമ്മൾ ക്രോസ് ഷെയറിങ്ങിലൂടെ എതിർത്ത് സംസാരിക്കരുത്. കാരണം ഐക്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തൂങ്ങി മരിക്കും എന്നാണ് ഐക്യത്തെ പറ്റി 1-ാം പാരമ്പര്യത്തിൽ മറ്റുള്ള പറയുന്നത്. ഒറ്റയ്ക്ക് മരിക്കുമെന്ന്. നമ്മൾ ഒന്നിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് മരിക്കണം. നമ്മളെപ്പോഴും ഒരു ഷെയറിങ് കഴിയുമ്പോൾ താങ്ക് യു ഫോർ യുവർ ഷെയറിങ് എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ അയാൾ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ നന്ദിയുള്ളവനാണ്, അല്ലേ? അയാൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലെത്തി. അയാൾ ഉള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾക്ക് ആ ഗ്രൂപ്പിൽ എത്താൻ കഴിഞ്ഞത്. എത്രയോ ആളുകൾ മീറ്റിങ്ങിന് പോകാതെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അത് ഓർക്കുന്നില്ല? നമുക്ക് ഇത്തരം ക്രോസ് ഷെയറിങ്ങിനോ അല്ലെങ്കിൽ ഇത്തരം ഒരു ആളോടൊരു വെറുപ്പ് തോന്നുമ്പോൾ ഗ്രൂപ്പിൽ വരാത്ത ആളുകളെ പറ്റി ചിന്തിക്കൂ. സ്ഥിരമായ ഗ്രൂപ്പിൽ വരാത്ത ഒരുപാട് പേര് ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കണ്ടേക്കാം. അപ്പം അവരെ പറ്റി ചിന്തിക്കുമ്പോൾ വന്ന ആളെ നമുക്ക് നിലനിർത്താനും അയാളോട് നമുക്ക് സംസാരിക്കാനും അയാൾ നല്ല രീതിയിൽ പെരുമാറാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ക്രോസ് ഷെയറിങ് നമുക്ക് ഒഴിവ് ആക്കാൻ പറ്റും. പിന്നെ ഉപദേശങ്ങൾ നൽകുക. അത് ഒരു തരം ക്രോസ് ടോക്കിംഗ് അല്ലെങ്കിൽ ക്രോസ് ഷെയറിങ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ പറയുകയാണ് എനിക്കൊരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞിട്ട് അയാളങ്ങിരുന്നു. ഉടനെ തന്നെ അതിന് പറ്റിയ കുറേ ഉപദേശങ്ങൾ, നീ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അയാളുടെ ചിലപ്പോൾ പക്ഷേ അയാളുടെ പേരെടുത്ത് പറഞ്ഞോ പരാതിയൊക്കെ പറയുന്ന നമുക്ക് ചില മീറ്റിങ്ങുകളൊക്കെ കേൾക്കാം, ഒരുപക്ഷെ കേൾക്കാം. അപ്പം അത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ആരെയും ഉപദേശങ്ങളൊന്നും നൽകുന്നില്ല. ചില നിർദ്ദേശങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അംഗങ്ങൾ നൽകിയേക്കാം. അത് ആ മീറ്റിങ്ങിൽ തന്നെ വെച്ച് നൽകണമെന്നില്ല. അല്ലെങ്കിൽ ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുമ്പോഴല്ല, പിന്നീട് നമുക്ക് അയാളെ വിളിച്ചോ അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ നമുക്ക് സംസാരിക്കാം. പിന്നെ ഗ്രൂപ്പിൽ ഒരാളുടെ പേര് വിളിച്ച്, അതായത് ഒരംഗം സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ പേര് വിളിച്ച് സംസാരിക്കുക. അയാളോട് പറ്റി അയാൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതാകും ആത്മീയമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന നിലയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ഉചിതം. പിന്നെ അയാളെ ചോദ്യം ചെയ്യുക. അതായത് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അയാളെ വല്ലാതെ ചോദ്യം ചെയ്യുന്നു, അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ സംസാരിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അയാളെ ചോദ്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ സംസാരിച്ച് മുഴുമിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് കയറി സംസാരിക്കുക. സാധാരണ രീതിയിൽ മോഡറേറ്റർമാർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻമാർ അവർ ഓർമ്മിപ്പിക്കാറുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. സാധാരണ രീതിയിൽ നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ മോഡറേറ്റർമാർ അവരെ മ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. മറ്റൊരാളെ ജഡ്ജ് ചെയ്യുന്നതാകരുത് ഷെയറിങ്. ഒരാളെ നമ്മൾ മുൻവിധി എടുത്തുകൊണ്ട് അയാൾ എങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചത്, അതുകൊണ്ട് നമുക്ക് അവൻട്ട് ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലായിരിക്കരുത് നമ്മുടെ ഷെയറിങ്. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രയോജനം ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ വല്ലാതെ കയ്യടി കിട്ടിയ ഒരു ഷെയറിംഗ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായേക്കാം. പക്ഷെ അത് മറ്റൊരു സ്ഥലത്ത് പ്രയോജനം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഷെയറിങ്ങുകൾ, അതായത് ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് കൂട്ടുക. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് പറയുന്നു
കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അത് നാളെ വ്യാഴാഴ്ച ഞാൻ പറയുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്ന്. അപ്പോൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അനേകം തവണ മീറ്റിങ്ങിൽ വന്ന് പറയുന്നത് ഒരു പക്ഷേ അത് ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഇതിന് ബാധിച്ചേക്കാം. ഇത് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. 13 വർഷത്തെ അല്ലെങ്കിൽ 12.5 വർഷമാകാറാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൽ നിന്നും എൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അല്ലെങ്കിൽ എൻ്റെ അറിവിൽ നിന്നും അറിവ് കുറവുകളിൽ നിന്നുമൊക്കെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ അടുത്തത് അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനിപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൽ പോവാം. ഒരു ഉദാഹരണത്തിന് ഞാൻ UK നിന്ന് നാട്ടിലേക്ക് തിരിച്ചു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് 1.5 മണിക്കൂറാണ്. UK ഗ്രൂപ്പ് 1 മണിക്കൂറുള്ളൂ. 1 മണിക്കൂറിനിടയ്ക്ക് 5 മിനിറ്റ് ഒരു ടീ ബ്രേക്ക് എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. അവിടെ സ്മോക്കിങ്ങിന് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ടീ ബ്രേക്കിംഗ് ആണ്. ഈ പരിപാടി ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ അതിനെ ചോദ്യം ചെയ്യരുത്. കാരണം ഓരോ ഗ്രൂപ്പിനും പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിൻ്റെ മനസാക്ഷിക്കനുസരിച്ചാണ്. അവിടെ അവരെ ബിസിനസ് മീറ്റിംഗൊക്കെ കൂടി ഓൾറെഡി മീറ്റിംഗ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വായിക്കണം, ഇതൊക്കെ ഓൾറെഡി അവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ UK നിന്ന് ചെന്നിട്ട് ശേഷം അവിടെ 1 മണിക്കൂറുള്ളൂ, ഇവിടെ എന്തുകൊണ്ട് 1.5 മണിക്കൂറെന്നോ, അല്ലെങ്കിൽ മിക്ക ഗ്രൂപ്പുകളിലും അവസാനം UK ആണെങ്കിലും ഇപ്പോൾ കാനഡയിലൊക്കെ ആണെങ്കിലും അവസാനം ഒരു അവർ ഫാദർ അല്ലെങ്കിൽ സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന എല്ലാവരുണ്ട്. നമ്മൾ നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ അതങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥന ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇല്ല. അപ്പോൾ അത് ഗ്രൂപ്പല്ല, ഇത് ഗ്രൂപ്പല്ല, അത് ഗ്രൂപ്പാണ് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കരുത്. നമ്മൾ തീർച്ചയായും ഓരോരോ ഗ്രൂപ്പിനും അതിൻ്റെതായ പ്രാധാന്യവും അവരുടേതായ തീരുമാനങ്ങളും ബിസിനസ് മീറ്റിങ്ങിലെടുത്ത ഗ്രൂപ്പിൻ്റെ മനസാക്ഷി എടുത്ത തീരുമാനങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി ഒരു ഗ്രൂപ്പിൽ ഒരാൾ മദ്യപിച്ച് വന്നിരിക്കുക. തീർച്ചയായും ഗ്രൂപ്പിൽ എല്ലാവരും കൂടി അയാളോട് സംസാരിക്കരുത്. ഗ്രൂപ്പിൽ ആരെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിൽ വിസിറ്റേഴ്സിന് ഒരാൾ റെപ്രസെൻറ്റേറ്റീവായിട്ട് വെക്കാറുണ്ട്. മീറ്റിംഗ് ന്യൂ കമ്പർ വന്ന അയാളോട് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ മദ്യപിച്ച് വന്നിട്ടുള്ള ആളാണെങ്കിൽ പോലും അങ്ങനെ ഏർപ്പെടുത്തിയ അയാളെ പുറത്തു കൊണ്ടുപോയിരുത്തി അയാളോട് കുറേ നേരം സംസാരിക്കുകയും ഗ്രൂപ്പിലെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നതാകും ഉചിതം. അതല്ലെങ്കിൽ അയാൾ മദ്യപിച്ച് വന്നതിന് ശേഷം അയാൾ സംസാരിച്ചു തുടങ്ങിയാൽ ഒരു പക്ഷേ ആ സംസാരം നീണ്ടുപോവുകയും ഗ്രൂപ്പിൽ പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിലാണെങ്കിൽ പോലും ഒരാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അയാൾ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അയാളെ നമ്മൾ പുറത്താക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ മോഡറേറ്റർമാർ ചെയ്യാറുള്ളത്. ഒന്നിൽ അയാളെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ മ്യൂട്ട് ചെയ്ത് വെക്കുക. അതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. ഇനി AI യാതൊരുവിധ നിയമങ്ങളുമില്ല. നമുക്കറിയാം നമ്മുടെ 12 പടികൾ അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങുന്നു. 12 പടികളിൽ നിന്ന് പാരമ്പര്യം വായിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആമുഖം വായിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഷെയറിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാഗ്ദാനം വായിക്കുന്നു, പിന്നെ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നു. ഇതൊരു കസ്റ്റമാണ് അല്ലേ, ഒരാചാരമാണ്. പക്ഷേ ഇത് നിയമങ്ങൾ അല്ലെങ്കിൽ ഇത് നമ്മൾ ദി ഹോം ഗ്രൂപ്പ് വേർ ഇറ്റ് ഓൾ ബിഗിൻസ് എന്ന് പറയുന്ന പാംലെറ്റിൽ ഇതിനെപ്പറ്റിയെല്ലാം കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആചാരങ്ങൾ, എല്ലാ നിയമങ്ങൾ, ആചാരങ്ങൾ അല്ലെങ്കിൽ കസ്റ്റം ചില ഗ്രൂപ്പുകൾ അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ പുറത്തുനിന്ന് എത്തിയ എനിക്ക് തീർച്ചയായും അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഗ്രൂപ്പിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല. എൻ്റെ അടിതട്ടിയ കഥയേക്കാൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മദ്യാസക്തി കൊണ്ട് മറ്റേ ഏറ്റവും അടിത്തട്ടിലേക്ക് പോയ ആ കഥയേക്കാൾ മെച്ചപ്പെട്ടതായി മറ്റൊരു കഥയുമില്ല. അത് ഞാൻ മനസ്സിലാക്കണം. അപ്പം എൻ്റെ കഥ പറയാനാണ് ഞാൻ തയ്യാറാകേണ്ടത്. ഇനി മറ്റൊരാൾ അയാളുടെ കഥ പറയുമ്പോൾ അത് കേട്ടിരിക്കാനും ഞാൻ തയ്യാറാകണം. ആ ഒരു സപ്പോർട്ട് അവൻ ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. എന്തെങ്കിലും ഒരിക്കൽ നമ്മൾ സംസാരിക്കാൻ തോന്നുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളെ കേട്ടിരിക്കുന്നത് പ്രാധാന്യം തന്നെയാണ്. അപ്പോൾ പറയുന്നതിനും പ്രാധാന്യമുണ്ട്. പറയുക, കാരണം നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മരുന്ന് എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ്. ഈ ഷെയറിങ്ങിലൂടെയാണ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ആകുലതകളും ദുഃഖങ്ങളും എല്ലാം മോചനം കിട്ടും. ഈ 12 സ്റ്റെപ്പ് റിക്കവറി മീറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ വേദി തന്നെ ഈ ഷെയറിങ് പറയാനുള്ളതാണ്. നമുക്ക് റിക്കവറി കിട്ടണമെങ്കിൽ, നമുക്ക് മോചനം കിട്ടണമെങ്കിൽ ഈ ഷെയറിങ്ങിലൂടെയാണ് ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ മീറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് തോന്നും. ഞാനും ആ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നും.
അപ്പോൾ ഷെയറിങ് എന്ന് പറയുന്നത് റിക്കവറിയിലെ പ്രധാനപ്പെട്ട ഒരു സേവനമാണ്, അല്ലേ? മോചനത്തിലെ ഒരു പ്രധാനപ്പെട്ട സേവനമാണ് ഷെയറിങ്. അപ്പോൾ ആ സേവനം ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാവണം. ആ പ്രശ്നങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ അത് ലഘൂകരിക്കപ്പെടും. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അതിന് വലിപ്പം വയ്ക്കുകയും നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യണം. അപ്പോൾ ഷെയറിങ് ചെയ്യുമ്പോൾ അത് പ്രശ്നത്തിൻ്റെ വലിപ്പം കുറയും. നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങാതെ ആൽക്കഹോളിസം അനോണിമസിൻ്റെ പാതയിൽ നീങ്ങാൻ നമുക്ക് സാധിക്കും. അവനവൻ തന്നെ അവനവൻ്റെ കൗൺസിലറായി മാറരുത്. അത് നിഷേധം വർദ്ധിപ്പിക്കും, സ്ലിപ്പിലേക്ക് പോകാനും സാധിക്കും. അതായത് നമ്മളെ തന്നെ നമ്മുടെ ആശയങ്ങൾ മുന്നിക്കൊണ്ട് എനിക്കരുതെല്ലാം അറിയാം, എനിക്ക് എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ നീങ്ങുന്നതെങ്കിൽ അതെനിക്ക് നിഷേധം, ഡിനയൽ വർദ്ധിപ്പിക്കും, സ്ലിപ്പിന് കാരണമാകും. നമുക്കറിയാം, സ്ലിപ്പാകുന്ന മിക്ക അംഗങ്ങളും ഭൂരിഭാഗവും മീറ്റിങ്ങിൽ വരാതിരിക്കുകയോ ഷെയർ ചെയ്യാതിരിക്കുന്നതായി കാണാം. കാരണം അവർ മീറ്റിങ്ങിൽ പോകാൻ താല്പര്യമില്ല. അവന് അവസാനം കുടിക്ക് തൊട്ട് മുമ്പായിട്ട് മീറ്റിങ്ങിൽ പോയിട്ടുണ്ടാവില്ല, ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ മീറ്റിങ്ങിന് വരുമെങ്കിലും മറ്റുള്ളവരോടുള്ള നീരസവും ദേഷ്യവും മനസ്സിൽ വെച്ചിട്ട് ഒരു അസ്വസ്ഥമായ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാളാകും. ആളുകൾ കൂടുതൽ തുറന്നു ചെയ്യുമ്പോൾ അവരുടെ ചിന്തകളിൽ ഊന്നിയ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. അതായത് നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ചിന്തയാണ് കുഴപ്പം, തിങ്കിങ് ആണ് കുഴപ്പം, ഡ്രിങ്കിങ് അല്ല കുഴപ്പമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ചിന്തയിൽ ഊന്നി ഇപ്പം മീറ്റിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ പോലും മനസ്സും അവിടെ ഉണ്ടാകില്ല, ശരീരം അവിടെ ഉണ്ടാവും. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സ് പറത്തിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് പ്രശ്നത്തിന് കൂടുതൽ വലിപ്പം വയ്ക്കുന്നത്. എന്നാൽ ആ പ്രശ്നം നമ്മൾ അവിടെ പറയുകയും അവിടെ നിന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ശ്രമിക്കുന്നത് ഡ്രങ്ക് ലോഗസിനെ കുറിച്ചാണ്. അതായത് കുടിക്കഥകൾ അല്ലെങ്കിൽ വാർ സ്റ്റോറീസ് എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. നമ്മൾ പണ്ട് ചെയ്ത കുടിക്കഥകളിൽ അല്ലെങ്കിൽ പണ്ട് ചെയ്ത കുടിയുടെ സമയത്ത് ചെയ്ത കുറേ കാര്യങ്ങൾ വളരെ ഘോരം, വളരെ മറ്റുള്ളവരെ വല്ലാതെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ആൽക്കഹോളിസം അനോണിമസിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ 12 പടികൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, അല്ലെങ്കിൽ ഞാൻ അതെങ്ങനെ ചെയ്തു, ഞാൻ എങ്ങനെ സ്പോൺസറെ കണ്ടെത്തി, ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനത് ചെയ്യാൻ മടിച്ചിട്ടുണ്ടായ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് കൂടുതൽ നന്നാവും. ഇനി സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റി എന്നുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. നിങ്ങളിങ്ങനെ ചെയ്യണം, നമ്മളിങ്ങനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിരൽ ചൂണ്ടി നിങ്ങളിത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയാതെ ഞാൻ ചെയ്യണം, എനിക്കിത് ചെയ്തേ പറ്റൂ, ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടി, ഈ പറയുന്നതാകും. അങ്ങനെ എന്ന വാക്കായിരിക്കും കൂടുതൽ നല്ലത്, ഷെയറിങ്ങിലൊക്കെ കൂടുതൽ നന്നാവുന്നത്. ഇനി നമുക്ക് മറ്റുള്ള മീറ്റിങ്ങുകളെ കുറിച്ച് നോക്കാം. എത്രമാത്രം മീറ്റിങ്ങുകളുണ്ട് നമുക്കറിയാം. ഓപ്പൺ മീറ്റിംഗ് ഉണ്ട്, ക്ലോസ്ഡ് മീറ്റിംഗ് ഉണ്ട്. ക്ലോസ്ഡ് മീറ്റിംഗ് തന്നെ സ്റ്റെപ്പ് മീറ്റിംഗ് ഉണ്ട്, ബിഗ് ബുക്ക് സ്റ്റഡി മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, പിന്നെ ജനറൽ ആയിട്ടുള്ള മീറ്റിങ്ങുകളും ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ മീറ്റിങ്ങിൽ നമുക്കറിയാം ആർക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അല്ലേ? ഭാര്യയ്ക്ക് അറ്റൻഡ് ചെയ്യാം, മക്കൾക്ക് അറ്റൻഡ് ചെയ്യാം, കൂട്ടുകാർക്ക് അറ്റൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു എയെ പറ്റി, ആൽക്കഹോളിസം അനോണിമസിനെ പറ്റി അറിയാമെന്ന ഒരാൾക്ക് പോലും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അവിടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അവിടെ ഷെയർ ചെയ്യാൻ പറ്റില്ല. അവിടെ ഷെയർ ചെയ്യേണ്ടത് എന്താണ്, ആൽക്കഹോളിസം അനോണിമസിൻ്റെ പ്രോഗ്രാം എന്താണ്, എങ്ങനെയാണ് ഈ 24 hours പ്രോഗ്രാം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തതെന്നാണ്. അതല്ലാതെ വളരെ നമ്മൾക്കത് കുടിയുടെ ദാരുണമായ, അവരെ അങ്ങ് പ്രീതിപ്പെടുത്തിയേക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ കുടിയുടെ അതിദാരുണമായ കാര്യങ്ങളും അല്ലെങ്കിൽ വളരെ മോശം കാര്യങ്ങളും ഒക്കെ എന്ന് ചിലപ്പോൾ വൃത്തികെട്ട രീതിയിൽ അവസ്ഥയിലൊക്കെ നമ്മൾ പോയതൊക്കെ പത്രത്തിൽ വരേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ അവരുടെ മുമ്പിൽ ഒരു പക്ഷേ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണം ആ സമയത്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ എവിടെയാണ് ഷെയർ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ എന്താണ് ഷെയർ ചെയ്യേണ്ടത് എന്ന കൃത്യമായ ഒരു ധാരണ എനിക്കുണ്ടാവുന്നത് നല്ലതാണ്. എന്നാൽ ക്ലോസ്ഡ് മീറ്റിങ്ങിൽ നമ്മൾക്ക് ഈ ധാരണ എന്ത് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ ചെയ്യണമെന്ന് വെച്ചാൽ ആൽക്കഹോളിസം അനോണിമസിന് ഗുണകരമാകുന്ന അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഞാൻ പറയേണ്ടത് മറ്റൊരാളുടെ കാര്യമല്ല. ആദ്യം ഞാൻ സൂചിപ്പിച്ചു, എൻ്റെ തന്നെ അനുഭവങ്ങളാണ് ഞാൻ അവിടെ പങ്കുവെക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകളുടെ കാര്യം ഒരു പക്ഷേ ഒരാളുടെ പേരൊക്കെ എടുത്ത് പറയേണ്ടി വരും, മറ്റു ബോയ്ഫ്രണ്ട് പേരോ മറ്റൊക്കെ പറയേണ്ടി വരും. പക്ഷേ അതെപ്പോഴും എന്നിൽ നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കണം. ഇനി ഗോസിപ്പുകൾ പറയാതിരിക്കുക. നമുക്കവിടെ ഒരു അംഗത്തിൻ്റെ ഒരു കാര്യം അറിയാം, അയാൾ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്. ഞാനൊരു ഉദാഹരണത്തിന് പറയണേ,
സ്ത്രീയായിട്ട് ബന്ധമുണ്ട്, നമുക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ അവിടെ പോകുന്നുണ്ട്. അങ്ങനെ എനിക്കത് അറിയാമെങ്കിൽ ഞാനത് ഗ്രൂപ്പ് മീറ്റിങ്ങിൽ വന്നിട്ട് ഇൻഡയറക്റ്റായിട്ട് സ്ത്രീകളുടെയൊക്കെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ 13-ാം പടിയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞാൽ ആ അംഗത്തിനെ അത് ഹർട്ട് ചെയ്യുകയും ആ അംഗം വീണ്ടും വരാതിരിക്കുകയും ചെയ്യും. ഞാൻ കൃത്യമായിട്ട് വീണ്ടും പറയുന്നു, മറ്റൊരു ആൽക്കഹോളിക്കിനെ സഹായിക്കുന്ന തരത്തിലായിരിക്കണം എൻ്റെ ഷെയറിങ്. എനിക്ക് അവൻ്റെ ജനറലായിട്ടുള്ള ഒരു കാര്യമോ അവൻ്റെ പൊതുവായിട്ട് ചെയ്യാറുള്ള പല കാര്യങ്ങളും എനിക്കറിയാമായിരിക്കും. പക്ഷെ അത് അവിടെ ആ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് അയാളെ പിന്നീട് മീറ്റിങ്ങിലേക്ക് വരാത്ത രീതിയിലാക്കരുത്. അയാളെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് മാത്രമേ, അയാൾ ചിലപ്പോൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഗ്രാജ്വലി വളരെ സാവധാനം സ്ഥിരമായ മീറ്റിങ്ങിനൊക്കെ വന്നു കഴിയുമ്പോൾ അത് മാറ്റുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തുകൊള്ളും. നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ആൽക്കഹോളിസത്തെക്കുറിച്ചാണ്. അയാൾ കഞ്ചാവ് അടിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ പ്രോബ്ലമാണ്, നമ്മുടെ പ്രോബ്ലമല്ല. നമ്മളിവിടെ മദ്യാസക്തൻ്റെ ഒരു പ്രശ്നമാണ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ മദ്യാസക്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അത് മാത്രമാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ അയാൾ അവിടെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ ഇന്ന് അയാൾ ഒരു സ്ഥലത്ത് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കി അന്ന് ഇന്ന് തന്നെ അതങ്ങ് പറഞ്ഞേക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ പിന്നെ 2 മാസം കഴിഞ്ഞിട്ടോ ഒക്കെ നമ്മുടെ ഷെയറിങ്ങിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലത് തന്നെ. പക്ഷേ ഡയറക്റ്റായിട്ട് അയാളുടെ മനസ്സിൽ തറക്കുന്ന രീതിയിലോ അയാളെ ഗ്രൂപ്പിലേക്ക് വരാത്തക്ക രീതിയിലോ അയാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലോ നമ്മൾ ഇരിക്കുന്നതാകും നല്ലത്. ഇനി അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും സ്റ്റോറി നമുക്കറിയാമെങ്കിൽ പോലും ഈ ഒരു ലിമിറ്റ്, നമ്മൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം പിൻവലിക്കുന്നതാകും കൂടുതൽ ഉചിതം. പിന്നെ ഗോസിപ്സ്, മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണങ്ങൾ, ശരിക്കും നേരിട്ട് ഒരു മെമ്പറെ വിളിച്ചിട്ട് അയാളെ പറ്റി നമുക്കതൊരു അയാളെപ്പറ്റി അയാളിങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഗോസിപ്പ് രൂപത്തിൽ നമ്മൾ മീറ്റിങ്ങിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ അവിടെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന അംഗങ്ങൾ ഒരു പക്ഷേ കേട്ട് പിന്നെ പിറ്റീട് പുറത്തിറങ്ങി അങ്ങോട്ട് പറഞ്ഞ് അത് പിന്നെ അങ്ങോട്ട് വ്യാപിച്ച് ഗ്രൂപ്പിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ആകാം. ഇനി ഇത്രയും നാൾ നമ്മൾ പറയുന്നതിനെക്കുറിച്ചാണ്. ഇനി കുറച്ച് നേരം കേൾക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. എന്താണ് കേൾക്കുന്നത്? ചിലപ്പോൾ നമുക്കൊന്നും പറയാനുണ്ടാവില്ല, ചെറുതായിട്ട് പറയാനുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒന്നും തന്നെ പറയാനുണ്ടാവില്ല. ചെറുതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മൈ നെയിം ഈസ് ഷിബു, ആൻ ആൽക്കഹോളിക് എന്നെങ്കിലും നമുക്ക് പറയുന്നതാകും നല്ലത്. കേട്ടിരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എൻ്റെ പേര് ഷിബു, ഞാനൊരു ആൽക്കഹോളിക്കാണ്, അല്ലെങ്കിൽ മദ്യാസക്തനാണ്, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാനൊന്ന് കേട്ടിരിക്കാം എന്ന് പറയുന്നതാകും നല്ലത്. ഇനി കേട്ടിരിക്കുന്നതിൻ്റെ പ്രാധാന്യമുണ്ടോ? തീർച്ചയായും കേട്ടിരിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. പറയുന്നതിനോടൊപ്പം തന്നെയുള്ള പ്രാധാന്യം കേട്ടിരിക്കുന്നതിനുമുണ്ട്. കാരണം കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ് പറയാൻ ആളുള്ളത്. പറയാൻ ആളില്ലെങ്കിൽ കേൾക്കാൻ ആളുണ്ടാവില്ല, കേൾക്കാൻ ആളില്ലെങ്കിൽ പറയാൻ ആളുണ്ടാവില്ല. അപ്പോൾ കേൾക്കുന്നതിനും പറയുന്നതിനും തുല്യ പ്രാധാന്യമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഷെയറിങ്ങിലുള്ളത്. പിന്നെ അവരുടെ നമ്മുടെ സ്വന്തം കഥകളാണ് നമ്മൾ പറയുന്നത്, അതാകും കൂടുതൽ അഭിമാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഏതെങ്കിലും അംഗങ്ങൾ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രധാനപ്പെട്ട എന്തെങ്കിലും അവൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം ഉണ്ടാകും. അവനൊരിക്കലും അത് ആ ഗ്രൂപ്പിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്കതറിയാം. അങ്ങനെ ഒരു കാര്യം എനിക്കറിയാമെങ്കിൽ എൻ്റെ ഷെയറിങ്ങിൽ ഒരിക്കലും ഞാനത് പറയരുത്. കാരണം അവനാണത് പറയേണ്ടത്. അവൻ്റെ അനുവാദം കൂടാതെ നമുക്ക് അവൻ്റെ കാര്യം പറയാനാണ് അവകാശമാണ്. ഇനിയിപ്പോൾ അവൻ പറയാണ് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞാലും ഡയറക്റ്റായിട്ട് ആ ഗ്രൂപ്പിൽ പറയാതെ അത് നീ തന്നെ പറയുന്നതാകും നല്ലത് എന്ന് പറഞ്ഞൊഴിയുന്നതാകും നമുക്ക് നല്ലത്. ഈ 4-5 മീറ്റിങ്ങിൽ അല്ലെങ്കിൽ 5 ആളുകൾ അല്ലെങ്കിൽ 2-3 ആളുകളൊക്കെ ഉള്ളപ്പോൾ ഉള്ള കഥകളൊക്കെയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ 12-12 വാർക്കുക അല്ലെങ്കിൽ 12 പടികൾ 12 പാരമ്പര്യത്തിലെ ഒരു ഭാഗത്ത് വായിക്കുന്നുണ്ട്. ദൂര സ്ഥലങ്ങളിൽ ചെന്ന് ആ ഗ്രൂപ്പിൽ ഇടപെടുന്ന അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന പഴമക്കാരനായിട്ടുള്ള മെമ്പറേക്കാൾ വെറുക്കപ്പെട്ടവനായിട്ട് ആരുണ്ട് എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാകും. തീർച്ചയായും നമുക്ക് മറ്റൊരു കാര്യം അറിയാം. ഒരു ഷെയറിങ്ങിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം ഉണ്ടായത്. ഡോക്ടർ ബോബിനെ ഒഹായോയിൽ പോയി കണ്ടതിന് ശേഷമാണ് 6 മണിക്കൂർ അവിടെ സംസാരിച്ചതിന് ശേഷമാണ് ഈ പ്രോഗ്രാം ഉണ്ടായതും ലോകം മുഴുവൻ വ്യാപിച്ചതും. അപ്പോൾ ഷെയറിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്.
ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അടിസ്ഥാനം വരെയുള്ള പ്രാധാന്യം ഷെയറിങ്ങിനുണ്ട്. അപ്പോൾ ഇനി ഗ്രൂപ്പിന് വേണ്ടത് സത്യസന്ധമായ അനുഭവങ്ങൾ പങ്കുവെക്കലാണ്. അപ്പോൾ ആദ്യത്തെ അങ്ങ് ഒരു കാര്യം അങ്ങ് പറഞ്ഞു, അതൊരു സങ്കീർണമായ വിഷയമാണ്. അപ്പോൾ ഞാനൊന്ന് അതിനങ്ങ് മറുപടി കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചാടി എണീറ്റ് അതിന് മറുപടി കൊടുക്കരുത്. കാരണം അയാൾ ചോദിക്കാത്ത പക്ഷം ഒരു ഉത്തരം കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അയാൾ പറയാണ്, എന്നോട് പോയി ചോദിക്കുകയാണ്, ഒരു ഉത്തരം പറയാമോ എന്ന് ചോദിച്ചാൽ പോലും, എന്നാൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ കേട്ടോ, അതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നതാകും കൂടുതൽ ഉചിതം. അതല്ലെങ്കിൽ ഞാൻ പറയുന്ന ഉത്തരം ഒരു വലിയ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് തർക്കങ്ങളും ഉത്തരങ്ങളും അതങ്ങനെയാണ് ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ചോദ്യോത്തര പരിപാടികൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലില്ല. ചോദ്യോത്തര പരിപാടി എന്ന് പറയുന്നത് ഷെയറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുന്നു, മറ്റൊരാൾ ഉത്തരം പറയുന്നത്, അങ്ങനെയല്ല. എല്ലാവർക്കും സമയം കൊടുത്തുകൊണ്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മീറ്റിംഗ് ആണെങ്കിൽ എല്ലാവർക്കും അവരുടെ ഷെയറിങ് സമയം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് മറ്റുള്ളവരുടെ സമയത്ത് കൂടി നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യണം. അവരും അവിടെ വന്നിരിക്കുന്നത് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ഷെയറിങ് ചെയ്യാനുമാണ്. അപ്പോൾ ഞാൻ മുഴുവനായും എൻ്റെ സമയം എടുത്തുകൊണ്ട് എനിക്ക് കുറേ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം വലിച്ചഴിച്ചുകൊണ്ട് വന്ന് ഞാൻ അങ്ങോട്ട് പറയുകയല്ല എന്ന് വെച്ച് പറയാതിരിക്കണമെന്നല്ല അതിനർത്ഥം. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഉത്തരം കിട്ടണമെന്ന് കൂടി ശഠിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഇനി ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ട കാര്യം പറയുന്നത്. അപ്പോൾ ഉടനെ അടുത്ത ആൾ ആ കാര്യം പറഞ്ഞു, പിന്നെ അടുത്ത ആളെ കാര്യം. അപ്പോൾ 40 പേരുണ്ട്, 40 പേരും ഈ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൻ്റെ ഒരാത്മീയ ഭാവത്തിന് ഗുണം ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ വെറുതെ മുരിങ്ങാക്കോലിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന പോലെയാണ്. പല കഷ്ണങ്ങളെല്ലാം മുറിച്ചിട്ട് കഴിയുമ്പോഴാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടുക. അതുപോലെ തന്നെയാണ് ഷെയറിങ്ങിൻ്റെ പല കാര്യങ്ങളും പല ആളുകൾ പല രീതിയിൽ പറയുമ്പോഴാണ് അതിനൊരു അനുഭവങ്ങൾ കൂടുതൽ ശക്തമാവുകയും മീറ്റിംഗ് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. കാരണം ഇതിനകത്തൊക്കെല്ലാം ഷെയറിങ്ങിലൂടെ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്, ദൈനംദിന ആത്മീയ സുസ്ഥിതിയെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചങ്ങല പോലെ ആകാതെ നമ്മൾക്ക് മീറ്റിംഗ് നോക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാകും. കാര്യം മദ്യാസക്തിയെ പറ്റി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ആൽക്കഹോളിസത്തെ പറ്റിയും ആൽക്കഹോളിക്കിനെ പറ്റിയും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരിക്കൽ പോലും മദ്യാസക്തിയെ പറ്റി നന്നായി പറയരുത്. അതായത് ഞാൻ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ നിൽക്കുന്നു, അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ മാസം മൈസൂർ പോയിരുന്നു, ഇന്ന സാധനം കഴിച്ചു, അത് വളരെ നന്നായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കള്ളു കുടിച്ചു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും ഷാപ്പിൽ പോയ കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വായിൽ വെള്ളം വരും, ആളുകളുടെ വായിൽ വെള്ളം വന്നിട്ട് അത് പ്രശ്നമാവും. ചിലപ്പോൾ ഏറ്റവും പുതിയ ഒരാൾ അവിടെ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ 2 ദിവസക്കാരൻ വന്നിട്ടുണ്ടാവാം. അവനൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിൻ്റെ ശ്രമത്തിനുള്ള പങ്കപ്പാടിലായിരിക്കും. അമ്മേനായിരിക്കും ഞാൻ 13 വർഷക്കാരനായ ഞാൻ കള്ള് പോയ കഥയും കക്കയിറച്ചി വറുത്ത കഥയും, അല്ലെങ്കിൽ അവിടെ നിന്ന് മനോഹരമായിട്ട് കുടിച്ച ഗുഡ് ഓൾഡ് ഡേയ്സ്, അതായത് നല്ല പഴയ ദിവസങ്ങളെക്കുറിച്ച് വല്ലാതെ പറയാതെ എൻ്റെ സുബോധാവസ്ഥയിൽ എനിക്ക് ദൈവം തന്ന ധന്യ നിമിഷങ്ങളെ പറ്റി പറയാം, അതിനെപ്പറ്റി ഓർക്കാം. ചില ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കരയാറുണ്ട്. നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം, കരയുന്നവർ കരയട്ടെ. ചിലപ്പോൾ അവർ ചിരിക്കുന്നവർ ചിരിക്കട്ടെ. അവർക്ക് കരയാനും ചിരിക്കാനുമുള്ള സാഹചര്യം നമ്മൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അവരെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കാം. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണം. നമ്മൾ എല്ലാ ദിവസവും വന്ന് കരയുകയാണെങ്കിൽ നമ്മളെ വിലയിരുത്താറുണ്ട്. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ ഒരു പൊതുസമൂഹത്തിലെ ഒരു ഭാഗമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ അങ്ങനെ എല്ലാ ദിവസവും കരയുകയും എല്ലാ ദിവസവും വന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാൻ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോമൺ സെൻസ് നമ്മളവിടെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ട്. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മറ്റംഗങ്ങളെ ഞാൻ ഷെയർ ചെയ്തു, മറ്റംഗങ്ങൾ അവിടെ ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ഷെയർ ചെയ്ത ഉടനെ തന്നെ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യവുമില്ല എങ്കിൽ ഷെയർ ചെയ്യാൻ മാത്രമായിട്ട് മീറ്റിങ്ങിൽ വന്ന്, നമുക്കിപ്പോൾ ഒരു എമർജൻസി വന്നു ഞാനൊന്ന് ഷെയർ ചെയ്ത് ഞാൻ ഇപ്പോൾ ഇറങ്ങുവാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും വന്നിട്ട്
എല്ലാ ദിവസവും എൻ്റെ ഷെയറിങ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങരുത്. ചില ഫിസിക്കൽ മീറ്റിങ്ങിലൊക്കെ ഒരാൾ ഷെയർ ചെയ്യും, അതെല്ലാവരും കേട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യുന്ന ആൾ സിഗരറ്റ് വലിക്കാനോ ഫോൺ വിളിക്കാനായിട്ട് പുറത്തേക്ക് പോകും. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ അടുത്ത കടയിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകും. പഞ്ചസാര, പാലൊക്കെ ആ സമയത്താണ്, മീറ്റിങ്ങിൻ്റെ സമയത്താണ് അദ്ദേഹം അത് മേടിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മറ്റുള്ളവരെ കൂടി ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ ഷെയറിങ് കൂടി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഞാൻ മനസ്സിലാക്കണം, ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ. ഐ എന്നുള്ളത് വി എന്ന രൂപത്തിലേക്ക് മാറ്റണം. വി, നമ്മൾ. ഇവിടെ ഇനി ഏകദേശം 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഷെയറിങ് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ഷെയറിങ് കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനങ്ങനെ നിർത്തുന്നത്. എല്ലാവർക്കും നന്ദി. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഹു യു സീ ഹിയർ, വാട്ട് യു ഹിയർ ഹിയർ, വെൻ യു ലീവ് ഹിയർ ലെറ്റ് ഇറ്റ് സ്റ്റേ ഹിയർ. നിങ്ങൾ എന്തിവിടെ കാണുന്നുവോ, നിങ്ങൾ എന്തിവിടെ കേൾക്കുന്നുവോ, നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇതിവിടെ വെച്ചിട്ട് പോകുന്നു. ഇത് വളരെ പ്രാധാന്യമുണ്ട്. ഒരു മീറ്റിങ്ങിൽ 1.5 മണിക്കൂർ നമ്മൾ സംസാരിക്കുമെന്ന് വെച്ചോ. 1.5 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു സ്പീക്കർ മീറ്റിംഗ് ആണ്, അപ്പോൾ 1 മണിക്കൂർ അയാൾ സംസാരിച്ചു. അയാളുടെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രം നമ്മളെടുത്ത് പുറത്ത് കൊണ്ടുപോയി വീണ്ടും അത് ചർച്ചയ്ക്ക് വെച്ചാൽ അത് അവിടെ നിന്ന് നിൽക്കുകയില്ല. പിന്നെ അടുത്ത സ്ഥലത്ത് ചർച്ചയാവും, പിന്നെ അടുത്ത സ്ഥലത്ത് ചർച്ചയാവും. അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ, ആ ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞായിരിക്കുമല്ലോ നമ്മൾ പറയുക, ഇന്ന ഗ്രൂപ്പിൽ ഇന്ന ആൾ വന്നിട്ട് ഇന്നത് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ആ ഗ്രൂപ്പിൻ്റെ പ്രതിച്ഛായക്ക് തന്നെ മോശമാകുന്ന രീതിയിലൊക്കെ നമുക്ക് നമ്മൾ അത് തുടർന്ന് പുറത്തേക്ക് ആ ചർച്ച കൊണ്ടുപോയാൽ തോന്നും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1.5 മണിക്കൂർ മീറ്റിംഗാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പീക്കർ മീറ്റിംഗാണ്. അവിടെ അയാൾ ചിലപ്പോൾ അത് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾ അറിയാതെ ഒരു നാക്കുളുക്ക്, അല്ലെങ്കിൽ എന്ന് പറയാറ് നമ്മൾ ടങ് സ്ലിപ്പായിട്ട് പറയുന്ന, അല്ലെങ്കിൽ നാവ് ഉളുക്കി പറയുന്ന കാര്യങ്ങളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞതാകാം ഏതെങ്കിലും ഒരു കാര്യം. ഒരു ഉദാഹരണത്തിന്, ഭാര്യമാരുടെ അടുത്ത് പറയാമെന്ന് പണ്ടെപ്പോഴും ഒരു സ്പീക്കർ പറഞ്ഞു. പിറ്റേ ദിവസം അതിനെപ്പറ്റി കുറേ കൂടി ചർച്ച ചെയ്യും. 1939 ഏപ്രിലാണ് ഭാര്യമാരോട് സ്പോൺസറാകുന്നതിനെ പറ്റി അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇന്നല്ല. അതിനുശേഷം പാരമ്പര്യങ്ങളുണ്ടായി, വർഷങ്ങളായി, ലോകം മുഴുവനായി വ്യാപിച്ചു. ധാരാളം സ്പോൺസർമാരായി. പുതിയ അംഗങ്ങൾ, ആ കാലത്ത് വന്ന അംഗങ്ങൾ ഇപ്പോൾ പഴമക്കാരായി മാറി. അവരെല്ലാം ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഇതിനെപ്പറ്റി പറയാനും ഉള്ള പ്രാപ്തിയായി. അപ്പോൾ നമുക്ക് ഭാര്യമാരോട് പറയേണ്ട കാര്യമില്ല, മറ്റൊരു അംഗത്തോട് നമുക്ക് പറയാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ആരോ ഒരാൾ ഒരു അബദ്ധത്തിലൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിനെപ്പറ്റി വീണ്ടും നമ്മൾ പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും, ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനും നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെ ബോസിനെ പറ്റി കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബോസിൻ്റെ പേരോ കമ്പനിയുടെ പേരോ പറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ഇന്ന കമ്പനിയിൽ ഇന്ന ആൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജോലി സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നം എനിക്ക് തീർച്ചയായിട്ടും പറയാം. പക്ഷേ എൻ്റെ കമ്പനിയെ പറ്റിയോ ആ ബോസിൻ്റെ പേര് അവിടെ പറയാതിരിക്കുന്നതാകും നല്ലത്. ഇനി അടുത്ത് ശ്രദ്ധിക്കാനുള്ള, പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ അവിടെ പറയരുത്. നമുക്ക് കോമൺ സെൻസ് ഉപയോഗിക്കാതിനൊക്കെ ഉള്ള നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്കവിടെ പറയാൻ കഴിയുള്ളൂ. ഒരു സ്പോൺസറോട് സംസാരിക്കുന്നതാകും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നാവുക. ഇപ്പോൾ എനിക്കൊരു വീട്ടിലൊരു പ്രശ്നമുണ്ട്. പക്ഷേ ആ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും ഗ്രൂപ്പിൽ ഒരു പക്ഷേ ചെയ്യാൻ കഴിയില്ല. പക്ഷെ എനിക്കിന്ന് ദേഷ്യം ഉണ്ടായി, ഇന്ന പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയാം. പക്ഷേ ആ പ്രശ്നം മുഴുവൻ വ്യക്തമായിട്ട് ആ ഗ്രൂപ്പിൽ പറയണമെന്നില്ല. തീർച്ചയായും അതൊരു സ്പോൺസറോടോ അല്ലെങ്കിൽ മറ്റൊരു സീനിയറായിട്ടുള്ള അംഗത്തോട് വിളിച്ച് മാറ്റി പറയുന്നതാകും നല്ലത്. പിന്നെ പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത ബാഡ് വേർഡ്സുകൾ, FUCK എന്നുള്ള വാക്കുകളൊക്കെ ഇംഗ്ലീഷ് മീറ്റിങ്ങിലൊക്കെ ചിലപ്പോഴൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അതൊക്കെ ഉപയോഗിക്കാതെ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം അത്തരം ബാഡ് വേർഡ്സുകളെല്ലാം അല്ലെങ്കിൽ തെറ്റായ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത് ഗ്രൂപ്പിൻ്റെ ചൈതന്യത്തെ അല്ലെങ്കിൽ ആത്മീയ ചൈതന്യത്തെ ബാധിക്കും. ഷെയറിങ് പൂർണ്ണമായും സത്യസന്ധതയിലായിരിക്കണം. കുറച്ച് നുണകളൊക്കെ കുത്തിക്കയറ്റി പറയുകയോ അല്ലെങ്കിൽ ഇച്ചിരി പൊലിപ്പിച്ചേക്കാം എന്ന് പറയുകയോ, പൊലിപ്പിച്ച് പറയുകയോ ചെയ്തിട്ട് ഷെയറിങ് കൊണ്ട് വലിയ കാര്യമില്ല. കാരണം ഷെയറിങ് കേൾക്കുന്ന ആളുടെ പ്രശ്നവും അല്ലെങ്കിൽ ഷെയറിങ് പറയുന്ന ആളുടെ പ്രശ്നവും ഒരുപോലെ തന്നെ തീർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഷെയറിങ് ഹൃദയത്തിൽ നിന്നും സത്യസന്ധതയോടെയും വരണം. അപ്പോൾ കേൾക്കുന്നവർ നമ്മൾ ആൽക്കഹോളിക് ആണ്, അവർ ധാരാളം ഷെയറിങ്ങൾ കേട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ
കൂടുതൽ പൊലിപ്പിച്ച് നുണകളോ തിരുകാതെ പറയുന്നതാകും കൂടുതൽ നല്ലത്. ഇനി ഇപ്പോഴത്തെ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ കൈ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാകുകൊണ്ട് നമ്മൾ കൈ ഉയർത്തുന്നത് നല്ലതാണ്. മീറ്റിംഗ് ചെയർ ചെയ്യുന്ന ആൾ വിളിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെക്നോളജിയൊക്കെ വളരെ വികസിച്ചിട്ടുണ്ട്, എല്ലാവർക്കും തന്നെ അറിയാമെങ്കിലും ചിലർക്കെല്ലാം ഈ ഹാൻഡ് റൈസ് എവിടെയാണെന്ന് തപ്പിയെടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പൻസ് എത്ര പേരുണ്ടെന്ന് അറിയാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവരുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടാകാം, അവർ എന്നെ കാണാത്തത് കൊണ്ടാകാം എന്നെ വിളിക്കാത്തത്, വിളിക്കുന്നത് വരെ ഞാനിവിടെ ഉണ്ടാകും എന്നുള്ള തീരുമാനം നമ്മൾക്കെടുക്കാം. ഇനിയിപ്പോൾ അവർ കണ്ടില്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ഞാൻ ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അത് മോഡറേറ്റർമാർ അതിനുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് തരും. പ്രത്യേകിച്ച് ഗ്രൂപ്പ് മീറ്റിങ്ങിൽ, ഫിസിക്കൽ മീറ്റിങ്ങിലാണെങ്കിൽ കൈ ഉയർത്തി കഴിഞ്ഞാൽ ടേൺ വരുമ്പോൾ ഓരോരുത്തരെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവീസാണ്. അത് ആദ്യം വരുന്നവർക്ക് ആദ്യം ആണ് ഇവിടെയെല്ലാം ഷെയറിങ്ങിന് കൊടുക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ ടേൺ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് ഷെയറിങ് ചെയ്യാം. ഇനി ഷെയറിങ് പൂർണ്ണമായിട്ടും അവനവനെ കുറിച്ചാണ്. ഷെയറിങ് സമയം മറ്റംഗത്തെ കുറ്റപ്പെടുത്തുന്നതിനോ എയുടെ ബേസിക് ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾക്കെതിരെ ആകാതിരിക്കണം. നമുക്കറിയാം, ഒരു ഉദാഹരണം പറയാം. വൺസ് ആൻ ആൽക്കഹോളിക് ഓൾവേസ് ആൻ ആൽക്കഹോളിക് നമ്മുടെ ഒരു സിദ്ധാന്തമല്ലേ. ഒരിക്കൽ മദ്യാസക്തനായി തീർന്ന ആൾ ആജീവനാന്തം മദ്യാസക്തനാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെതിരായിട്ട് ഒരാൾ പറയുകയാണ്, എനിക്ക് ഇന്നലെ ഞാൻ ചെറുതായിട്ട് കഴിച്ചു, ഞാൻ ചെറുതായിട്ട് കഴിച്ചു, കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ചെറുതായിട്ട് കഴിച്ചു, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നത്. ഇത് നമുക്കൊരു ബേസിക് സിദ്ധാന്തത്തിന് എതിരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അത് പറയാതെ ഇരിക്കുന്നതാകും നമുക്ക് നല്ലത്. ഇനി ടോപ്പിക് മീറ്റിങ്ങുകളുണ്ട് അല്ലേ. ജനറൽ ഷെയറിങ്ങിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് നമ്മൾ സത്യസന്ധതയാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഐക്യമാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ അങ്ങനെ ആ ടോപ്പിക്ക് അതാണെങ്കിൽ ആ ടോപ്പിക്ക് അതനുസരിച്ച് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ തയ്യാറാകണം. അവരവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതൊന്നും തികച്ചും മീറ്റിങ്ങിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് വലിച്ചു വെച്ചുകൊണ്ട് പോകുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയം, മതം, മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ. നമുക്ക് രാഷ്ട്രീയത്തിൽപ്പെട്ടാകുന്ന പ്രശ്നങ്ങൾ, ഇന്നത്തെ ഷെയറിങ്ങിൽ ഇന്ന ആൾക്ക് ഇന്ന് സംഭവിച്ചു, രാഷ്ട്രീയക്കാരന് ഇന്ന് സംഭവിച്ചെന്നോ അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധത്തെക്കുറിച്ച് അതൊന്നും അവിടെ പറഞ്ഞിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത കാര്യമാണ്. ഉക്രൈൻ റഷ്യക്കെതിരെയോ റഷ്യ യുക്രൈനെതിരെയോ ചെയ്തു കഴിഞ്ഞാൽ മദ്യാസക്തനായ നമുക്ക് എന്താണ് പ്രശ്നം? അത് നമുക്ക് സഹായിക്കുന്നതൊന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളെ പറ്റിയുള്ള സുദീർഘമായ ഷെയറിങ്ങുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഒഴിവാക്കുന്നതാകും മീറ്റിങ്ങിൻ്റെ നല്ല നടപ്പിന് നല്ലത്. അത് അല്ലെങ്കിൽ മീറ്റിംഗ് വഴി തിരിയുകയും മീറ്റിംഗ് മറ്റൊരു വഴിക്കാവുകയും ചെയ്യും. പിന്നെ ക്രൂരമായ വാക്കുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ക്രൂരമായ വാക്കുകൾ, അതായത് അവൾ രക്ഷപ്പെടുകയല്ല, അവൾ എന്നെ അങ്ങനെ ചെയ്തു, അവൾ കുണം വരികയല്ല, അല്ലെങ്കിൽ അവൾ അങ്ങനെയുള്ള ഇനി ഒരിക്കലും ഞാനിങ്ങനെ ശരിയാവില്ല എന്നൊക്കെയുള്ള ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കുക. ബാഡ് വേർഡ്സ് ഒഴിവാക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, FECക്ക് വാക്കുകൾ എനിക്ക് പൂർണ്ണമായിട്ട് ഇവിടെ പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കാം. ഷെയറിങ് റിക്കവറിയിലെ ഏറ്റവും പ്രധാന ഭാഗമാണ്. പരസ്പരം നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഷെയറിങ്. അവനവൻ്റെ ചിന്തകൾക്ക് വിരാമമിടുന്നതാണ് ഷെയറിങ്. എൻ്റെ ചിന്തകളിൽ ഊന്നിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഷെയറിങ് വരുന്നത്. അപ്പോൾ ഷെയറിങ് അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കും. എൻ്റെ മനസ്സിൽ നിന്ന് അത് പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അത് വരികയും അവർ പല ചിന്തകൾക്കും ഒക്കെ അവർക്ക് സഹായമാക്കുകയും ചെയ്യും. റൂമിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം, നന്നായി സ്വാതന്ത്ര്യമായി നമുക്ക് ഇടപെടാം. ഒരാൾ മദ്യാസക്തിയുടെ പ്രചോദനത്താൽ പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധ്യതയുണ്ടെങ്കിൽ അയാളോട് അത് പറയാതിരിക്കണം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരാളായിട്ട് ഞാൻ വലിയ പ്രേമബന്ധത്തിലാണ്. ഞാനിപ്പോൾ ഇന്ന് മീറ്റിങ്ങിന് വന്നിട്ട് ഞാൻ പറയും, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, പക്ഷേ എനിക്ക് ഇന്ന ആളുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ്. ഒരു പക്ഷേ അവിടെ ഇരിക്കുന്ന ആൽക്കഹോളിക്കായിട്ടൊരാൾ നാളെ കുടിച്ചിട്ട് എൻ്റെ ഭാര്യയോട് അത് വിളിച്ചു പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാരണം അയാൾ മദ്യാസക്തിയുടെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രചോദനത്തിൽ വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിൽ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബുദ്ധിപരമായൊരു തീരുമാനത്തിലൂടെ വേണം നമ്മളത് പറയാനായിട്ട്. എൻ്റെ കൂട്ടുകാരൻ പറയില്ല എന്ന് തോന്നിയാൽ നമുക്ക് പറയാം. പക്ഷേ
ഒഴിവാക്കുന്നതാകും നല്ലത്. ഇനി നമ്മുടെ ന്യൂക്കമറിനെ സഹായിക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഷെയറിങ്ങിനിടയിൽ ഒരാൾ ന്യൂക്കമറായി മറ്റൊരാൾ ന്യൂക്കമർ, അപ്പോൾ ഒരു 3 മാസക്കാരൻ മറ്റൊരു 3 മാസക്കാരൻ, അവരെ സഹായിക്കുന്നതിനേക്കാളും നല്ലത് ഒരു പഴമക്കാർ അവരെ സഹായിക്കുന്നതാകും കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളെക്കുറിച്ച് നേരെ വിരൽ ചൂണ്ടുന്നതിനല്ല നമ്മളവിടെ സമയം ഉപയോഗിക്കേണ്ടത്. ഞാൻ ഓർമ്മിക്കണം, ഞാൻ അവിടെയുള്ളത് എൻ്റെ പ്രശ്നം പറയാനാണ്, എൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനാണ്. മറ്റംഗങ്ങളെ വിമർശിക്കാനോ അവരെ ജഡ്ജ് ചെയ്യാനോ അവരെ വിധിക്കാനോ ഇനി അവരുടെ എല്ലാം തെറ്റുകൾ കണ്ടുപിടിക്കാനോ ഒന്നുമല്ല ഞാൻ അവിടെ നിൽക്കേണ്ടത്. ഞാൻ തീർച്ചയായും മനസ്സിലാക്കണം എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ, അത് ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കണം. ഇനി ഞാൻ എൻ്റെ ഷെയറിങ് 3-4 പേര് എന്നോട് പറയാം നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തില്ലെങ്കിൽ 5-6 പേര് നമ്മളോട് അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ മനസ്സിലാക്കണം എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. 6 പേരും എന്നോട് ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കണം പിന്നീട് എൻ്റെ ഷെയറിങ്ങിൽ ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റം വരുത്തണം. പ്രത്യേകിച്ച് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 പറയുമ്പോൾ പലപ്പോഴും മീറ്റിങ്ങിന് നമുക്കൊരു ഇറിറ്റേഷനൊക്കെ വരാറുണ്ട് അല്ലേ. ഒരാൾ തന്നെ ഒരു ആക്സിഡൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ബ്ലഡ് ഛർദ്ദിച്ചതിനെ പറ്റിയോ എല്ലാ ദിവസവും വന്ന് നമുക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് തടസ്സപ്പെടുത്താൻ സാധിക്കില്ല. പലപ്പോഴും പഴമക്കാർ പറയാറുണ്ട് നമ്മുടെ സഹനശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് അത്ര ഷെയറിങ്ങുകളാണ്. അപ്പോൾ ഒരാൾ തന്നെ വീണ്ടും 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 ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അയാളോട് ഇറങ്ങിപ്പോകാനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കണം, നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കണം, നമ്മൾക്കത് നമ്മുടെ സഹനശക്തിയെ വർദ്ധിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഷെയറിങ്ങൾ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് പറയുന്ന ഡോക്ടർ ബോബിൻ്റെ ഒരു ലളിതമായിട്ടുള്ള ഷെയറിങ്ങുകൾ ലളിതമായിട്ട് വയ്ക്കാം. മറ്റു ആളുകളുടെ റെസ്പെക്റ്റ് ഓഫ് അതേഴ്സ് പീപ്പിൾസ് ടൈം, മറ്റാളുകളുടെ സമയത്തെ നമുക്ക് ബഹുമാനിക്കണം. ടൈം കീപ്പപ്പ് ചെയ്യണം. ഓരോ സമയങ്ങളിലും നമ്മൾ സമയം കീപ്പപ്പ് ചെയ്യണം. നമ്മുടെ ഇവിടെ ഗ്രൂപ്പിലൊക്കെ സമയം ഓവറായി കഴിയുമ്പോൾ മണിയടിക്കാറുണ്ട്. നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ നമുക്ക് സാധിക്കില്ല, പക്ഷെ ഇവിടെ ഫിസിക്കൽ മീറ്റിങ്ങിലെല്ലാം മണിയടിക്കാറുണ്ട്. അത് ഗ്രൂപ്പിന് 1 മണിക്കൂറേ ഉള്ളൂ. അവിടെ 20 പേരുണ്ടെങ്കിൽ അവർക്ക് എത്ര ഡിവൈഡ് ചെയ്തിട്ട് സമയം കണ്ടെത്താം. ഇപ്പോൾ 1 മണിക്കൂറിൽ 20 പേരുണ്ടെങ്കിൽ എനിക്ക് എടുക്കാവുന്ന സമയം 2-3 മിനിറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി 19 പേര് ഷെയർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ആണ് അവസാനത്തെ ഷെയർ, ഇനി എനിക്ക് 20 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ കൂടുതൽ സമയമെടുക്കാം. അത് ഒന്നില്ലെങ്കിൽ അനുവാദം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുവാദം ചോദിക്കാതെ തന്നെ നമുക്ക് ബാലൻസ് സമയം എടുക്കാം. പിന്നെ എല്ലാവരും ഷെയർ ചെയ്തോന്ന് ഞാൻ ഉറപ്പ് വരുത്തണം. നമുക്കറിയാം ഗ്രൂപ്പിലുള്ള എല്ലാവരും, ഇപ്പോൾ ഫിസിക്കൽ മീറ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ 30 പേരുണ്ട്, എല്ലാവരും ചുറ്റും നോക്കി ആരൊക്കെ ഷെയർ ചെയ്യുന്നപ്പോൾ എത്ര പേര് ഷെയർ ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി 10 മിനിറ്റ് കൂടെ ഒരാൾ കൂടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആ 10 മിനിറ്റ് മുഴുവൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഷെയർ ചെയ്യാതെ 2-3 മിനിറ്റ് അല്ലെങ്കിൽ കൂടി ഒരു 5 മിനിറ്റെങ്കിലും അവനും കൂടി കൊടുക്കണം എന്ന വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ പറയുകയോ അല്ലെങ്കിൽ നീ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് പറയുന്ന കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക. ഷെയറിങ് ലിമിറ്റ് ചെയ്യുക. അതായത് ഒരു മണിക്കൂറുള്ളിൽ ഞാനൊരു 30 മിനിറ്റൊക്കെ എടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സമയം അപഹരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ സമയം ഒന്ന് കീപ്പപ്പ് ചെയ്യുന്നത് നല്ലതാണ്.